ഇതല്ല ഇലക്ഷൻ കമ്മീഷൻ. ഇത്രയും ഇലക്ഷൻ നടത്തുന്ന ആൾക്ക് അറിയില്ലായിരുന്നോ വൈകുന്നേരം ഇലക്ഷൻ നീണ്ടുപോകും, വൈകുന്നേരം ക്യൂ ഉണ്ടാവും? രാവിലെ മുതൽ മിഷൻ കേടായിരുന്നു. അപ്പോൾ ഇലക്ട്രൽ ഓഫീസേഴ്സ് പറഞ്ഞു 6 മണിക്ക് വന്നവരെ ക്യൂവിൽ നിർത്തി വോട്ട് ചെയ്യിപ്പിക്കുന്നു. അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ 6 മണിക്ക് വരും, ക്യൂ ഉണ്ടാകും എന്നറിയുന്നവർ രാവിലെ തന്നെ വിചാരിച്ചാൽ ലൈറ്റ് അറേഞ്ച് ചെയ്യാമായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് ഗൗരവതരമായ കാര്യവും കൂടിയാണ്. ഈ വോട്ടെടുപ്പുകൾ താമസം വന്നിരിക്കുന്ന ബൂത്തുകളിൽ ഞാൻ എൻ്റെ എല്ലാ സഹപ്രവർത്തകരോടും ഇന്നലെ സംസാരിച്ചു, എല്ലാ കാൻഡിഡേറ്റ്സിനോടും സംസാരിച്ചു. അവരെല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞ കാര്യം, എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യം, ഈ ഡിലേ വന്ന ബൂത്തുകളിൽ 90% UDF മേധാവിത്വമുള്ള ബൂത്തുകളായിരുന്നു. 90% UDF മേധാവിത്വമുള്ള ബൂത്തുകളായിരുന്നു. ഇത് സംസ്ഥാനത്ത് വ്യാപകമായി വോട്ടിംഗ് മെഷീൻ കേടാകുന്ന സാഹചര്യം ഉണ്ടായി. എന്നിട്ട് ആ വോട്ടിംഗ് മെഷീൻ നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂറും 1 മണിക്കൂറൊക്കെ പല സ്ഥലത്തും എടുത്തു. ആ സമയമെങ്കിലും വൈകുന്നേരത്തെ 6 മണി കഴിഞ്ഞുള്ള സമയം നീട്ടി കൊടുക്കണ്ടേ? ഇതൊന്നും ഉണ്ടായില്ല. ചില സ്ഥലത്ത് ആവശ്യത്തിനുള്ള ഉദ്യോഗസ്ഥരുണ്ടായില്ല. ഇലക്ഷൻ കമ്മീഷനെയും ഇലക്ട്രൽ ഓഫീസറെയും എല്ലാം ഈ കാര്യങ്ങളെല്ലാം അതാത് സമയത്ത് നമ്മൾ അറിയിച്ചിട്ടും ഒരു ഇടപെടൽ അവരുടെ ഭാഗത്ത് നടത്തിയില്ല. അപ്പം ഞങ്ങളുടെ ആവശ്യം ഇതിനെക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം നടത്തണം. ഇനി കേരളത്തിൽ ഒരിക്കലും ഇത്തരം ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മൾ വേണ്ടത്. നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. 40 ദിവസത്തിലധികം നീണ്ടുനിന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു ഇത്തവണ കേരളത്തിൽ അരങ്ങേറിയത്. എന്നാൽ ഈ ആവേശം വോട്ടായി മാറിയില്ല എന്നതാണ് എല്ലാവരെയും അമ്പരപ്പെടുത്തുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കനുസരിച്ച് 71.16% വോട്ട് മാത്രമാണ് രേഖപ്പെടുത്തിയത്. 2019 അപേക്ഷിച്ച് 6% കുറവ്. ഇതിൽ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുള്ളത് UDF കേന്ദ്രങ്ങളാണ്. പോളിംഗ് ശതമാനം കുറയ്ക്കാൻ ആസൂത്രിത ശ്രമം നടന്നതായും ഇതിൽ അന്വേഷണം വേണമെന്നുമാണ് കോൺഗ്രസിന്റെ ആവശ്യം. പോളിംഗ് ശതമാനം കുറഞ്ഞത് ഏത് മുന്നണിയെയാണ് ആശങ്കപ്പെടുത്തുന്നതെന്ന് പരിശോധിക്കുകയാണ് ന്യൂസ് ആൻഡ് വ്യൂസ്. ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് CPIM പ്രതിനിധി M പ്രകാശൻ മാസ്റ്റർ, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് സേനാപതി വേണു, BJP പ്രതിനിധി പ്രിന്റു മഹാദേവ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ. ന്യൂസ് ആൻഡ് വ്യൂസ് ആദ്യം പോകുന്നത് കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് സേനാപതി വേണുവിലേക്കാണ്. ശ്രീ സേനാപതി വേണു, UDF കേന്ദ്രങ്ങളാണ് ഈ കുറഞ്ഞ പോളിംഗിനെ സംബന്ധിച്ച് ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. വലിയൊരു ആശങ്ക UDF ക്യാമ്പ് പങ്കുവയ്ക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഈ പോളിംഗ് ശതമാനം കുറയ്ക്കാൻ ആസൂത്രിത ശ്രമം നടന്നതായാണ് ACC ജനറൽ സെക്രട്ടറി അതുപോലെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി കൂടിയായ KC വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നത്. പ്രതിപക്ഷ നേതാവാകട്ടെ ഇതിൽ സമഗ്ര അന്വേഷണം, ഈ അട്ടിമറി സംബന്ധിച്ച ഒരു സമഗ്ര അന്വേഷണം ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗും സമാനമായ ആവശ്യം ഉന്നയിക്കുകയാണ്. വോട്ടർ പട്ടികയിലെ അപാകതയാണ് പോളിംഗ് ശതമാനം കുറച്ചതെന്ന് UDF, മുസ്ലിം ലീഗ് അത്തരത്തിലൊരു ആശങ്ക പങ്കുവെക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. എന്താണ് ഇത്തരത്തിലൊരു ആശങ്ക പടരാൻ കാരണം? നീലിമ, ഇവിടെ ആശങ്കയല്ല ഞങ്ങൾ പങ്കുവെച്ചത്, ഞങ്ങളൊരു യാഥാർത്ഥ്യം പറയുകയാണ് ചെയ്തത്. കേരളത്തിൽ ആദ്യമായിട്ടല്ലല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ചിലപ്പം എന്താ പറഞ്ഞ ക്യൂ നീണ്ടുപോയാൽ 6 മണിക്ക് തീരാനുള്ളത് 7 മണി വരെ അല്ലെങ്കിൽ 7:30 വരെ, അതൊക്കെ അപൂർവമായി 100-ൽ 1 ബൂത്ത് അല്ലെങ്കിൽ 200-ൽ 1 ബൂത്ത് അല്ലെങ്കിൽ ഒരു ജില്ലയിൽ 1-2 സ്ഥലങ്ങളിൽ മാത്രമാണ്. അപ്പം കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല. ഇവിടെ നമ്മൾ കാണേണ്ടത് പല ബൂത്തുകളിലും രാത്രി 10 മണി 11 മണി ആകുമ്പോഴേക്കും 500 ആളുകൾ ഓരോ ബൂത്തിലും ക്യൂ നിൽക്കുന്ന. ഇപ്പം വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ നമുക്കറിയാം 1500-ൽ അധികം ആളുകൾ ഒരു ബൂത്തിൽ വന്നു കഴിഞ്ഞാൽ അത് 2 ബൂത്തായിട്ട് തിരിക്കുകയാണ്. പിന്നെ അവിടെ വരുന്നത് 750. അപ്പൊ പരമാവധി ഒരു ബൂത്തിലുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1500-ൽ താഴെയാണ്. ഈ 1500 ആളുകൾ വോട്ട് ചെയ്യാനായിട്ട് ഇവർ നിൽക്കുന്നത് രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് വൈകുന്നേരം 6 മണി ആകുമ്പോഴേക്കും ഉച്ചയ്ക്ക് 2 മണിക്കും 1 മണിക്കും ഒക്കെ വന്ന് ക്യൂവിൽ നിൽക്കുന്ന ആളുകൾ അവര് എന്താ പറഞ്ഞേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ക്യൂവിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്.
ഇത് കേവലം യാദൃശ്ചികമൊന്നുമല്ല. ഇതിനകത്ത് ഞങ്ങൾ ഇന്ന് പങ്കുവെച്ച ആശങ്ക എന്ന് പറയുന്നത് പോളിംഗിന്റെ ശതമാനം കുറഞ്ഞതോ അതിനെക്കുറിച്ചല്ല. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ അത് സുതാര്യമായും സുഗമമായും നടക്കണം. ഇതൊക്കെ വരാൻ പോകുന്ന, നമുക്കിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ കൃത്രിമ മാർഗത്തിലൂടെയൊക്കെ ജയിക്കാം എന്നുള്ളതല്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആ ജനാധിപത്യ പ്രക്രിയ അത് സുഗമമായിട്ട് നടക്കണം. അത് സുഗമമായിട്ട് നടക്കണമെന്ന് പറഞ്ഞാൽ അത് കാണുന്നവനും കേൾക്കുന്നവനും അത് സുഗമമായിട്ട് തോന്നണം. എന്തുകൊണ്ട് 1952 ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, 52 ഒക്ടോബർ മുതൽ. അവ 2024 വരെ ഇന്ന് വരെ നടന്നിട്ടുള്ള 17 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് 18ാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോളിംഗ് ബൂത്തുകളിലൊക്കെ രാത്രി 10 മണിക്കും 12 മണിക്കും നീണ്ട ക്യൂ കാണുന്നു എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു യാദൃശ്ചികമായിട്ടോ, ഇനി ഒരു ബൂത്തിൽ സംഭവിച്ചതാണെങ്കിൽ 2 ബൂത്തിൽ സംഭവിച്ചതാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഇതൊക്കെ എന്തോ ചില അട്ടിമറികളൊക്കെ ബോധപൂർവമായി ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കുന്നു എന്നുള്ളത് അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ നേതാക്കളും AICCയുടെ സംഘടനാ കാര്യത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഒക്കെ ഈ ആക്ഷേപം ഉന്നയിച്ചത്. കാരണം ഇത് കാണുന്ന പബ്ലിക്സിന് ഇതിനകത്ത് കൃത്രിമങ്ങൾ നടക്കുന്നു എന്നുള്ള ഒരു കാര്യം വളരെ വ്യക്തമായി അവർക്ക് മനസ്സിലാകണം. പിന്നെ പോളിംഗിന്റെ ശതമാനത്തെ കുറിച്ച് അതൊക്കെ നീലിമ പണ്ടത്തെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ഒരു 25 കൊല്ലം മുമ്പുള്ള ഒരു കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ പോളിംഗ് കുറഞ്ഞാൽ അത് ഇടതുപക്ഷത്തിന് ഗുണകരമായി. കാരണം ഇടതുപക്ഷം കുറച്ചുകൂടി ഒരു കേഡർ സ്വഭാവത്തിലുള്ളതായതുകൊണ്ട് അവരുടെ ആളുകളൊക്കെ കൃത്യമായിട്ട് വന്ന് വോട്ട് ചെയ്യും. ആ കേഡർ സ്വഭാവമൊക്കെ ഇടതുപക്ഷത്തിന് പോയല്ലോ. ഇപ്പൊ കേരള കോൺഗ്രസ് പാർട്ടിയും ജനതാദളും അതുപോലുള്ള ജനതാ പാർട്ടിയുടെ പല ഘടകങ്ങളും ഒക്കെ ചേർന്ന് വന്നിരിക്കുന്ന ഇടതുപക്ഷം അവരുടെ ആ കേഡർഷിപ്പ് കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നു. അതുകൊണ്ട് വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വന്നു എന്നുള്ളത് കൊണ്ട് അത് ആർക്കെങ്കിലും ഗുണകരമായി വരും എന്നുള്ളത് ആ ഒരു പരമ്പരാഗതമായ കൺസെപ്റ്റ് ഒക്കെ കേരളത്തിൽ മാറിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ വോട്ടിംഗ് ശതമാനത്തിൽ ഒരു കുറവ് സേനാപതി വേണു അങ്ങ് പറഞ്ഞു വെക്കുന്നത് എന്തോ ചില അപാകതകൾ ഇവിടെ കടന്നുകൂടി, എന്തോ ബോധപൂർവം ചില ശ്രമങ്ങൾ ഇവിടെ ഉണ്ടായി, തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുന്ന വിധത്തിൽ ചില ശ്രമങ്ങൾ ഉണ്ടായി എന്നാണല്ലോ അങ്ങ് പറഞ്ഞു വെക്കുന്നത്. രാവിലെ 7 മണി മുതൽ തുടങ്ങിയ പോളിംഗ് ആണല്ലോ. വൈകിട്ട് 6 മണി വരെ അത്തരത്തിൽ ഒരു കംപ്ലൈന്റും ഒരു പരാതിയും UDFന്റെ ഒരു കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്നില്ല. UDFന്റെ ഒരു നേതാവിന്റെ പോലും അത്തരത്തിൽ ഇവിടെ ഈ പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണവും ഉണ്ടാകുന്നില്ല. വടകര MLA ശ്രീമതി KK രമയും അവിടുത്തെ സ്ഥാനാർത്ഥിയും ഉച്ചയ്ക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ പറഞ്ഞത് 6 മണിക്ക് മുൻപേ തന്നെ 96% പോളിംഗ് ബൂത്തുകളിലും ഈ വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയായി. പിന്നെ 1-2 ഇടങ്ങളിൽ, വളരെ ചുരുക്കം ചില ഇടങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ നീണ്ടുപോകുന്നൊരു സാഹചര്യം. അത് വടകരയിൽ മാത്രമാണ് ഇത്തരത്തിൽ 11 മണി വരെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനെ കണ്ടുകൊണ്ടാണ് സംസ്ഥാനത്ത് മുഴുവൻ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ബോധപൂർവം ഒരു ശ്രമം നടത്തിയെന്ന് UDF ആരോപിക്കുന്നത്. അല്ല നീലിമ 25,000 സംതിങ്, കൃത്യം 25,130 സംതിങ്, ഞാനിപ്പം എന്റെ മനോമുഖരത്തിലേക്ക് വരുന്നില്ല, അതാണ് മൊത്തം ബൂത്തുകളുടെ എണ്ണം. അതിൽ 96% പോയാൽ നേരെ അവശേഷിക്കുന്ന 4%. അപ്പൊ 25,000 ബൂത്തുകളിൽ 4% എന്ന് പറയുമ്പോഴത്തേക്കും അത് എത്രയായി? ഏതാണ്ട് 1000-ഓളം ബൂത്തുകളിൽ സബ്ജക്ട് ടു കറക്ഷൻ. അത്രയും ബൂത്തുകളിൽ ഈ പ്രശ്നങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ചെറിയൊരു പ്രശ്നമല്ല. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഇന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അതുപോലെ പ്രതിപക്ഷ നേതാവ് PMA സലാം എല്ലാം പറഞ്ഞു വെക്കുന്നത് ഒരു തരത്തിലുള്ള ഈ പോളിംഗ് ശതമാനം കുറയ്ക്കാൻ ആസൂത്രിത ശ്രമം നടന്നു, തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുന്ന വിധത്തിൽ, പ്രത്യേകിച്ചും CPIM-നെ പഴിചാരിക്കൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ വടകരയിൽ മാത്രമാണ് ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നീണ്ടുപോകുന്നൊരു സാഹചര്യം, അങ്ങേയറ്റം നീണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. ബാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അത്തരത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, സമീപ കാല ചരിത്രത്തിൽ തന്നെ ഏറ്റവും സമാധാനപരമായി നടന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്, ഒരു അലോസരവും ഉയർന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഒരു നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഇത്തരത്തിലൊരു ആശങ്കയുമായി UDF കേന്ദ്രങ്ങൾ വരുന്നത്? ഇതിൽ 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, പോളിംഗ് ശതമാനം കുറഞ്ഞതിന് ശേഷം നമ്മുടെ മാധ്യമങ്ങളും അതുപോലെ രാഷ്ട്രീയ വിശാരദരുമെല്ലാം നടത്തിയിരിക്കുന്ന ചില പരിശോധനകളും എത്തിയിരിക്കുന്ന ചില നിഗമനങ്ങളുണ്ട്.
ആ നിഗമനങ്ങൾ പൊതുവിലെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എപ്പോഴെല്ലാം ഈ പോളിംഗ് ശതമാനം 70% തൊട്ടടുത്ത് നിൽക്കുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടായി എന്നുള്ളതാണ്. സമീപകാലത്ത് ഒരു 10-20 വർഷക്കാലത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രം വെച്ചുകൊണ്ടാണ് അത്തരമൊരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പരാമർശിക്കുന്നത്. സൗണ്ട് പോയിന്നുണ്ട്. പക്ഷേ കേൾക്കാം, പറഞ്ഞോളൂ. പ്രകാശ് മാസ്റ്റർ, അങ്ങേക്ക് കേൾക്കാമോ? ഹലോ. ഓക്കെ, ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട്. ഞാൻ അങ്ങയിലേക്ക് തന്നെ വരാം. ശ്രീ പ്രിൻറ്റു മഹാദേവ്, BJPക്ക് NDAക്ക് ഇത്തരത്തിൽ ആസൂത്രിത ശ്രമം, ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ആസൂത്രിത ശ്രമം നടന്നതായി അത്തരത്തിലൊരു പരാതിയൊന്നും നിങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി ഉണ്ടോ ഇവിടെ? അല്ല, അതിനടുത്ത് ആസൂത്രിതമായിട്ടുള്ളൊരു ശ്രമം എന്നുമില്ല. അതോടൊപ്പം തന്നെ BJPക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ട് പ്രിസൈഡിംഗ് ഓഫീസർമാർ CPMന്റെ ബൂത്ത് ഏജന്റുമാരെ പ്രവർത്തിച്ചൊരു സാഹചര്യം കേരളത്തിലെ വിവിധ ഭാഗങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലടക്കം 5 മണിക്കൂർ 6 മണിക്കൂർ ക്യൂ നിൽക്കുന്ന പ്രത്യേക സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ശ്രീ പ്രിൻറ്റു മഹാദേവൻ, ഈ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് എന്നൊക്കെ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരാതിയൊന്നും ഉയർന്നു വന്നിട്ടില്ല. അല്ല ഞാൻ പറഞ്ഞത് എല്ലാ ആളുകളെയും അങ്ങനെ അടിച്ചാക്ഷേപിക്കുകയല്ല. കാരണം വളരെയധികം കഷ്ടപ്പെട്ട് രാവും പകലും ഒക്കെ വിയർപ്പൊഴുക്കിക്കൊണ്ട് പ്രിസൈഡിംഗ് ഓഫീസർ പ്രവർത്തിക്കുന്നത്. എന്നാൽ ചില നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ചില പ്രിസൈഡിംഗ് ഓഫീസർമാർ CPMന്റെ ബൂത്ത് ലെവൽ ഏജന്റുമാരെ പോലെ പ്രവർത്തിച്ച സാഹചര്യവും പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആത്മവിശ്വാസമുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഞങ്ങളുടേതായിട്ടുള്ള വോട്ടിംഗ് അല്ലെങ്കിൽ ഞങ്ങളുടേതായിട്ടുള്ള വോട്ട് എത്രയാണോ ആ വോട്ടിനെ കൃത്യമായിട്ട് ഞങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് പോളിംഗ് കുറഞ്ഞതിൻ്റെ യാതൊരു ആശങ്കയുമില്ല. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ കോൺഗ്രസ്സുകാർ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ 80 ലക്ഷത്തോളം ആളുകൾ വോട്ട് ചെയ്യാനുള്ള വിമുഖരായി മാറുന്ന സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട 2 കാരണം എന്ന് പറയുന്നത് ഈ ഇടത് വലത് മുന്നണികളുടെ അവിശുദ്ധ ബന്ധത്തെ ഈ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതൊരു കോമൺ പ്ലാറ്റ്ഫോമിനകത്ത് ഒരു പാർലമെന്റ് ഇലക്ഷനാണ്, രാജ്യത്തിൻ്റെ വിധി നിർണ്ണയത്തിനുള്ള ഇലക്ഷനാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു അജണ്ട അല്ലെങ്കിൽ UDF അല്ലെങ്കിൽ LDA അല്ലെങ്കിൽ NDA ഒരു പ്രത്യേകമായ അജണ്ട വെച്ചുകൊണ്ട് ചിന്തിക്കുന്ന ആളുകളാണ് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ. എന്നാൽ സ്വാഭാവികമായിട്ട് ഇന്ത്യ മുന്നണിയോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയോ അല്ലെങ്കിൽ വികസന അജണ്ടയോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ചർച്ച ചെയ്യാതെ അന്ധമായിട്ടുള്ള ഒരു പോളറൈസേഷനുള്ള വലിയൊരു ശ്രമം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ പോളറൈസേഷൻ 2019 വിജയിച്ചിട്ടുണ്ട്. പക്ഷേ 2024 എത്തി നിൽക്കുന്ന സമയത്ത് ഈ കുതന്ത്രങ്ങളെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയുന്ന പ്രത്യേക സാഹചര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു പ്രബുദ്ധത അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു തന്ത്രത്തിന് മുമ്പിൽ ഒരു ഏതെങ്കിലും പ്രത്യേക കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ പ്രത്യേക സമുദായമോ വീഴുന്നില്ല. 2019 സാഹചര്യത്തിൽ 2024 എത്തി നിൽക്കുന്ന സമയത്ത് പ്രബുദ്ധരായിട്ടുള്ള ജനത ഒന്ന് ചിന്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ 2 മുന്നണി സംവിധാനങ്ങളോട് മടുപ്പുള്ള ആളുകളായിട്ട് കേരളത്തിലെ വോട്ടർമാർ മാറി എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുന്നു. അതായത് നിങ്ങളുടെ വിലയിരുത്തൽ അനുസരിച്ച് 80 ലക്ഷത്തോളം പേർ കേരളത്തിൽ വോട്ട് ചെയ്തിട്ടില്ല. LDF UDF മുന്നണികളോടുള്ള വിമുഖത കാരണമാണ്. ഞാൻ അങ്ങയിലേക്ക് എത്താം. ഇപ്പോൾ CPIM പ്രതിനിധി M പ്രകാശ് മാസ്റ്ററിലേക്ക് പോവുകയാണ്. പ്രകാശ് മാസ്റ്റർ, ഈ സംസ്ഥാനത്തെ കുറഞ്ഞ പോളിംഗ് നൽകുന്ന സൂചന എന്താണ് എന്നാണ് ചോദിച്ചു തുടങ്ങേണ്ടത്. ഇതിൽ തന്നെ ഏറ്റവും അലോസരം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇപ്പോൾ UDF കേന്ദ്രങ്ങളാണ്. എന്താണ് ഒരു പരാജയ ഭീതി അവരെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? ഇന്നലെ തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തത്തിലുള്ള പോളിംഗ് ശതമാനം പുറത്തു വന്നപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ഒരുപാട് രാഷ്ട്രീയ വിശാരദന്മാരും മാധ്യമങ്ങളും ഈ പോളിംഗ് കുറയുന്ന സമയത്ത് കേരളത്തിലുണ്ടാകുന്ന ഫലം എന്താണ് എന്നുള്ളതിനെ സംബന്ധിക്കുന്ന ഒരു പരിശോധന നടത്തുകയുണ്ടായി. അവരെല്ലാം ഒറ്റക്കെട്ടായി അഭിപ്രായപ്പെട്ട ഒരു കാര്യം, എപ്പോഴെല്ലാം പോളിംഗ് 70% അടുത്ത് നിൽക്കുന്നുവോ അപ്പോഴെല്ലാം വമ്പിച്ച മുന്നേറ്റം ഉണ്ടാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെന്നാണ്. 75% മേലെ പോളിംഗ് എത്തുന്ന സമയത്ത് മാത്രമേ UDFന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് കഴിഞ്ഞൊരു 3 പതിറ്റാണ്ട് കാലത്തെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് കണക്കുകൾ വെച്ചുകൊണ്ട് അവരെല്ലാം സമർത്ഥിക്കുകയുണ്ടായി. ഇത് വളരെ ഗൗരവമായ നിലക്ക് UDFനെയും അതുപോലെ കോൺഗ്രസിനെയും ചിന്തിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ എല്ലാ സന്ദർഭത്തിലും UDFന് വേണ്ടിയിട്ട് വലിയ പാടുപെടുന്നൊരു പത്രമാണല്ലോ മനോരമ.
മനോരമയുടെ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയിരിക്കുന്ന ഓൺലൈൻ മനോരമയുടെ ഹെഡിങ് ഞാൻ പറയാം. എ നമ്പർ നൈറ്റ്മെയർ ഫോർ കോൺഗ്രസ് ഇൻ കേരള, വാട്ട് ഹിസ്റ്ററി സേസ് അബൌട്ട് ലോവർ വോട്ട്സ് ടേൺ ഔട്ട്. അതിൽ പറയുന്നത് ഇറ്റ് ഷോസ് ദാറ്റ് ദർ വാസ് നോ വേവ് ഇൻ ദ സ്റ്റേറ്റ് ഇൻ ഫേവർ ഓഫ് ദ ഓപ്പോസിറ്റ് ആൻഡ് കോൺഗ്രസ് UDF. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇത് മൊത്തത്തിലുണ്ടായിരുന്ന ഗവനാണ്. മനോരമക്ക് പോലും അത് പറയേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ പരാജയ ഭീതി പൂണ്ടിലുള്ള UDFും നേതാക്കന്മാരും പ്രത്യേകിച്ച് കോൺഗ്രസ് അവർ എന്താണ് ഇക്കാര്യത്തിൽ പറയേണ്ടതെന്നതിനെ സംബന്ധിച്ച് ആലോചിച്ച് ഈ പറയുന്ന പോലെ കാര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യം ഇവിടെ നേരത്തെ പറഞ്ഞു, ചീഫ് ഇലക്ടറൽ ഓഫീസർ പറഞ്ഞു 95% ആകെ 25,239 പോളിംഗ് ബൂത്തുകളിൽ 95% ബൂത്തുകളിൽ 6 മണിയോടെ പോളിംഗ് പൂർത്തീകരിച്ചു. ബാക്കി 99% പോളിംഗ് ബൂത്തുകളിലും 8 മണിയോടെ പോളിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ച 1-2 സ്ഥലങ്ങളിൽ മാത്രമാണ് അതിനുശേഷം പോളിംഗ് ഉണ്ടാകുന്ന ഒരവസ്ഥ വന്നത്. ഇതാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ പറഞ്ഞിരിക്കുന്ന കാര്യം. യഥാർത്ഥത്തിൽ എന്താണ് ഈ കോൺഗ്രസിൻ്റെ ആളുകളെ ഭീതിപ്പെടുത്തുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ വന്നിരിക്കുന്നൊരു ചിത്രം എന്താ? വന്നിരിക്കുന്ന ചിത്രം എവിടെയെല്ലാമാണോ UDFിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ അവിടെയാണ് പോളിംഗ് കുറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം മാത്രം ഞാൻ പരിശോധിക്കാം. ഇന്ന് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ പരിശോധനയിൽ ഞാൻ പങ്കെടുത്താണ്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം ആ പരിപാടിക്കത്തുണ്ടായിരുന്നു. ഇത്തരം എന്തെങ്കിലും ഒരു ആക്ഷേപം അവർ ഉന്നയിച്ചിട്ടേ ഇല്ല. എന്ന് മാത്രമല്ല അവരെല്ലാം അലോസരപ്പെടുത്തൊരു കാര്യമുണ്ട്. കണ്ണൂർ മണ്ഡലം പരിശോധിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ഇരിക്കൂറിലാണ്, രണ്ടാമത്തത് പേരാവൂരിലാണ്. ഏറ്റവും മുന്തിയ പോളിംഗ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തളിപ്പറമ്പിലും അതുപോലെ തന്നെ ധർമ്മടത്തും മട്ടന്നൂരിലുമാണ്. എന്താ മണ്ഡലങ്ങളുടെ പ്രത്യേകത? ധർമ്മടം അതുപോലെ മട്ടന്നൂര് തളിപ്പറമ്പ് എന്ന് പറയുന്നത് LDFന് നല്ലപോലെ മുന്നേറ്റമുള്ളതാണ്. വലിയ നിലക്ക് പോളിംഗ് കുറഞ്ഞിരിക്കുന്ന മണ്ഡലം പേരാവൂർ ഇരിക്കൂറും നല്ലതുപോലെ UDFന് മുന്നേറ്റമുള്ളതാണ്. ഇത് കേരളത്തിലെ പല സ്ഥലങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും, ബൂത്തുകളും ഇങ്ങനെ കാണാം. ഇതെല്ലാം അവരെ നല്ലതുപോലെ ഭയപ്പെടുത്തുന്നു എന്നുള്ള നിലയുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഈ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് VVPAT സംവിധാനം എല്ലാ മെഷീനിലുമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണിത്. ഒരാൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 7 സെക്കൻഡ് VVPAT വേണ്ടി കാത്തു നിൽക്കേണ്ടി വരുന്നു. അതിനുശേഷം മാത്രമേ ബീപ്പ് കേൾക്കുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും അത് അല്പം താമസം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള വിഷയമുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ പോളിംഗ് ബൂത്തിനകത്തുള്ള എണ്ണം ക്രമീകരിക്കേണ്ടത് എന്നെല്ലാം സംബന്ധിച്ച വിഷയങ്ങളുണ്ട്. പക്ഷേ എന്തോ കൃത്രിമം നടന്നിരിക്കുന്നു, ഒരു അന്വേഷണം വേണം എന്നെല്ലാം പറയുന്നത് പരാജയ ഭീതി കൊണ്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതെങ്ങനെ പരിഹരിക്കാൻ വേണ്ടി കഴിയും എന്നുള്ള കാര്യം ആലോചിക്കേണ്ടത് തന്നെ. പക്ഷേ വളരെ ബോധപൂർവം എന്തോ അന്യായം നടന്നിരിക്കുന്നു എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയണ്ടേ? ഇനി കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില കൃത്രിമങ്ങൾ നടത്തി എന്നാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് കേന്ദ്രത്തിനാണല്ലോ. അവർ എന്തോ കൃത്രിമം നടത്തിയിരിക്കുന്നു, അതാണ് അഭിപ്രായമെങ്കിൽ അങ്ങനെ പറയണം. കാടടച്ച് വെടിവെക്കുന്നുകൊണ്ട് യാതൊരു കാര്യമില്ല. ഇവിടെ ഉണ്ടായിരിക്കുന്ന കാര്യം എന്താ? ഉണ്ടായിരിക്കുന്ന കാര്യം ഐക്യജനാധിപത്യ മുന്നണിക്ക് നേരത്തെ വോട്ട് ചെയ്തിരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ, ഇത്തവണ കോൺഗ്രസിന് എങ്ങനെയാണ് വോട്ട് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ വലിയ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലം പ്രതിസന്ധികളിൽ എപ്പോഴെല്ലാം ന്യൂനപക്ഷം പെട്ടുപോകും, അപ്പോഴൊന്നും അവരെ കൈപിടിച്ച് സഹായിക്കാൻ കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല, UDF ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് CPM ആണ്, ഇടതുപക്ഷമാണ്. അതുകൊണ്ട് തന്നെ അവരിൽ ധാരാളം ആളുകളെ സംബന്ധിച്ച് ഇടതുപക്ഷത്തെ പിന്തുണക്കണം എന്നുള്ള നിലക്കുള്ള നല്ല അഭിപ്രായമുണ്ട്. എന്നാൽ കടുത്ത രാഷ്ട്രീയ നിലവാരമുള്ള ആളുകളെ സംബന്ധിച്ച് എങ്ങനെയാണ് LDFന് വോട്ട് കൊടുക്കുക, എന്നാൽ പിന്നെ പോകാതിരുന്നേക്കാം എന്ന് പറയുന്ന വികാരം ഉണ്ടായിട്ടുണ്ടാവാം. അതുപോലെ തന്നെ എന്തിനാണ് കേരളത്തിലെ ഗവൺമെൻറ് എതിർക്കേണ്ടത്? ഇത് UDFന് കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്ത ആളുകളെ ഉൾപ്പെടുന്ന ഒരു കാര്യമില്ലേ? ഇന്ത്യയിൽ എല്ലാ നിലക്കും വളരെ മെച്ചപ്പെട്ട ഭരണം കാഴ്ചവെക്കുന്ന ഒരു ഗവൺമെൻറ്, ഈ ഗവൺമെൻറ്റിൽ എല്ലാ നിലക്കും ബുദ്ധിമുട്ട് കാഴ്ചവെക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്, അതിന് എല്ലാ നിലക്കും സഹായിക്കുന്ന UDF. അങ്ങനെ വരുമ്പോൾ UDFന്റെ പരമ്പരാഗത വോട്ടിൽ തന്നെ വലിയ നിലക്കുള്ള അതാണ് അവരെ അലോസരപ്പെടുത്തുന്ന ഘടകം. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ സേനാപതി വേണു, അങ്ങയിലേക്ക് ഒരു അല്പസമയം അങ്ങയിലേക്ക് പോകേണ്ടതുണ്ട്. അല്പസമയം സേനാപതി വേണുവിലേക്കാണ്. സേനാപതി വേണു, ഈ കോൺഗ്രസിന്റെ UDFന്റെ സ്ഥിരം വോട്ട് ബാങ്കിലുണ്ടായ ഒരു ചോർച്ച വളരെ കൃത്യമായി പ്രകടമായിരുന്നു ഈ ഘട്ടത്തിലെല്ലാം എന്ന് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, മലപ്പുറത്തിൻ്റെയും പൊന്നാനിയുടെയും അവസ്ഥ എന്തായിരുന്നു? വൈകുന്നേരം വരെ ഏതാണ്ട് 5 മണി വരെ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തപ്പെട്ട മണ്ഡലം പൊന്നാനി മണ്ഡലമായിരുന്നു. പൊന്നാനി നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കൈവെള്ളയിൽ UDF മുസ്ലിം ലീഗ് കൊണ്ടു നടക്കുന്ന മണ്ഡലമാണ്. അവിടെയാണ് വൻതോതിൽ അവിടെ ഒരു ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്താതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏറ്റവും കുറവ് പോളിംഗ് ഏതാണ്ട് ഒരു 6 മണി വരെ രേഖപ്പെടുത്തപ്പെട്ട മണ്ഡലം എന്ന് പറയുന്നത് ഈ പൊന്നാനി മണ്ഡലം തന്നെയാണ്. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ മലപ്പുറത്തും സമാനമായ സ്ഥിതി തന്നെയായിരുന്നു. ഈ അങ്കലാപ്പല്ലേ യഥാർത്ഥത്തിൽ ഇന്ന് ഈ അട്ടിമറിയുടെ രൂപത്തിൽ പുറത്തു വരുന്നത്?
നീലിമ, ഞങ്ങൾക്ക് എന്തിനാണ് അങ്കലാപ്പ്? അതും പൊന്നാനിയിലും മലപ്പുറത്തും ഒക്കെ. ഇവിടെ ബഹുമാന്യായ ശ്രീ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞ വസ്തുതാപരമായ ഒരു പിശക് ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ഇപ്പോ 71, 72, ഇനിയിപ്പോ ഈ 85-ന് മുകളിലുള്ള വോട്ട് ചെയ്ത ആളുകളുടെ കൂടി പട്ടിക വരണം. അതുപോലെ തന്നെ പോസ്റ്റൽ വോട്ടും കൂടി വരാനുണ്ട്. തെരഞ്ഞെടുപ്പിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, അതിപ്പോ പോസ്റ്റലോട്ട് അവരുടെയും കൂടി വരുമ്പോഴത്തേക്കും ശതമാനം കുറച്ചുകൂടി മുന്നോട്ട് പോകും. ഞാൻ പ്രകാശ മാസ്റ്ററെ ഓർമ്മപ്പെടുത്തുന്നത്, കഴിഞ്ഞ 3 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ വോട്ടിംഗ് ശതമാനം എന്ന് പറഞ്ഞത് 65% താഴെയാണ്. പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, എന്താണ് തിരുവനന്തപുരത്തെ ആളുകൾ വോട്ട് ചെയ്യാത്തത്. അപ്പോഴും 99,993 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ശശി തരൂര് ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ളത്. അപ്പോ ഇപ്പോ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് എന്നൊക്കെ പറയുന്ന ഒരു മോഡറേറ്റ് പോളിംഗ് ആണ്. 71, 72 അല്ലെങ്കിൽ 73%. ഇപ്പോൾ വടകര പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ അത് 77, 78, 80-ലേക്കൊക്കെ കിടക്കുന്നു. മോഡറേറ്റ് പോളിംഗ് ആണ്, അക്കാര്യത്തിലൊന്നും തർക്കമില്ല. ഇവിടെ ഞങ്ങൾ ഉന്നയിച്ച തർക്കം എന്ന് പറയുന്നത് മനഃപൂർവ്വം, അതായത് വോട്ടിങ്ങിന് വന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്താനും അവരെ തിരിച്ചുവിടാനും അതോടൊപ്പം തന്നെ വോട്ടിങ്ങിൽ കൃത്രിമം നടത്താനുമുള്ള ബോധപൂർവമായ ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത്. അത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. ഇവിടെ ഇപ്പോ പ്രകാശ മാസ്റ്റർ പറഞ്ഞ ഇവരൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാരാണ്. നിശ്ചയമായിട്ട് ഇവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിലുള്ളവരാണ്. പത്തനംതിട്ട ജില്ലയിൽ ശ്രീ ആന്റണി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം തന്നെ 26-ാം തീയതി പോളിംഗ് നടക്കുന്നു. 24-ാം തീയതി വൈകുന്നേരം ആയപ്പോഴേക്കും ഏതൊക്കെ ബൂത്തിലേക്ക് ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അത് നമ്മുടെ യൂണിയനിൽപ്പെട്ട ഇന്ന ആളുകൾ അവിടെ വരുന്നു, നിങ്ങൾ അവരെ സമീപിക്കുക, അവിടെ മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്തു കിട്ടും എന്നുള്ള എന്താ പറഞ്ഞ അറിയിപ്പ് കൂടി അവർക്ക് കൊടുത്തത്. അതിന്റെ എല്ലാ വിവരങ്ങളും കാണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബഹുമാന്യായ ശ്രീ ആന്റണി പരാതി കൊടുത്തിട്ടുള്ളത്. പിന്നെ കണ്ണൂരിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത്, അല്ല, ആന്റണി പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ പത്തനംതിട്ടയിലെ UDF-ന് കിട്ടേണ്ട 1.5 ലക്ഷം വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന വലിയൊരു ഫിഗറൊക്കെയാണ് ആന്റണി ചൂണ്ടിക്കാട്ടുന്നത് കേട്ടോ. യാഥാർത്ഥ്യവുമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെടുന്നതാണോ ഇതൊക്കെ? നീലിമ, അങ്ങനെ ഏതെങ്കിലും വോട്ടുകൾ അത് ഇന്നയാളുടെ ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്കുള്ളത് എന്ന് വരും. ഇപ്പൊ കള്ളവോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാണ്, കള്ളവോട്ട് ചെയ്യാൻ ആളെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും ചെയ്യുമെന്ന് വിചാരിക്കാം. ആ കള്ളവോട്ട് നമ്മൾ കാസർഗോഡ് കണ്ടതാണ്. കാസർഗോഡ് വലിയ ബഹളമുണ്ടായതാണ്. അത് ചിത്രീകരിച്ച ഞങ്ങളുടെ ടീമിനെ അടക്കം കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥ മുസ്ലിം ലീഗ് പ്രവർത്തകരിൽ നിന്നൊക്കെ ഉണ്ടായതാണ്. അതവിടെ ഇരിക്കട്ടെ, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ M. ജയചന്ദ്രൻ, ഈ മനോരമ തന്നെ ഏറ്റവും അനുകൂലമായി UDF-ന് വേണ്ടി നിലപാടെടുക്കുന്ന മാധ്യമമാണല്ലോ മനോരമ എന്ന് പറയുന്നത്. പോളിംഗ് ശതമാനം കുറഞ്ഞത് UDF-ന് ദുസ്വപ്നം എന്നാണ് മനോരമയുടെ ഇംഗ്ലീഷ് ഓൺലൈനിൽ വന്നത്. അതിൻ്റെ മലയാള പരിഭാഷയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ദുസ്വപ്നം മലയാളം ഓൺലൈനിലേക്ക് പ്രസിദ്ധപ്പെടുത്തുവാൻ മനോരമ തയ്യാറായില്ല. അതായത് മനോരമയ്ക്ക് തന്നെ വളരെ കൃത്യമായി മനസ്സിലായി ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതും ഇവിടെ നടന്ന സംഭവങ്ങളുമെല്ലാം UDF-ന് അങ്ങേയറ്റം പ്രതികൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനോരമ തന്നെ പറഞ്ഞു. മനോരമയുടെ ഇരട്ടത്താപ്പ് പുറത്തു വന്നു. ഇതോടെ UDF കേന്ദ്രങ്ങൾ മാളത്തിൽ നിന്നും പുറത്തിറങ്ങി അട്ടിമറി ആരോപണം ഉന്നയിക്കുകയാണ്. കേരളത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അട്ടിമറി ശ്രമം ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുമോ? ഇത് നീലിമ, ഇന്നലെ രാവിലെ വോട്ടെടുപ്പിന് ശേഷം 10 മണിയായപ്പോൾ പിന്നെ ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥിയും കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാലിൻ്റെ ഒരു പ്രതികരണം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ പ്രധാനമായിട്ട് ഇക്കാര്യത്തിൽ. അദ്ദേഹം പറഞ്ഞത് കേരളം മുഴുവൻ UDF തരംഗമാണ്, അതിനുള്ള തെളിവാണ് പോളിംഗ് ബൂത്തിലെ ഇപ്പോൾ കാണുന്ന ക്യൂ. ഈ 2 വാചകമാണ് പറഞ്ഞത്. മതിയല്ലോ, വേറെ കൂടുതലൊന്നും വേണ്ടല്ലോ. കേരളത്തിലെങ്ങും UDF തരംഗമാണ്, അതിനുള്ള തെളിവാണ് പോളിംഗ് ബൂത്തുകളിൽ കേരളത്തിലുടനീളം ഇപ്പോൾ കാണുന്ന ക്യൂ. ആ മനുഷ്യൻ, ആ നേതാവ് ഇന്ന് തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് പത്രസമ്മേളനം നടത്തിയല്ലോ. അപ്പോഴെന്താണ് പറഞ്ഞത്? അപ്പോൾ പറഞ്ഞത് UDF-ൻ്റെ 90% ബൂത്തുകളിലും ആണ് ഈ പ്രശ്നമുണ്ടായത്, വോട്ടിംഗ് നീളാനിടയായത്. ഇതാണ് ഇന്ന് പറയുന്നത്. ഈ 2 സംഗതികൾക്കിടയിൽ നിൽക്കുന്ന ഒരു സത്യം, വസ്തുത, യാഥാർത്ഥ്യം, അത് മാത്രം വേർതിരിച്ചെടുത്താൽ മതി ഈ പറയുന്നതിൻ്റെ പൊള്ളത്തരം മനസ്സിലാക്കാൻ. ഇപ്പോൾ ബഹുമാന്യ സുഹൃത്ത് ശ്രീ സനാപതി വേണു
ഇവിടെ പറഞ്ഞത് പോളിങ്ങിൽ കൃത്രിമമെന്നാണ് പറഞ്ഞത് അദ്ദേഹം. എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ വോട്ടെടുപ്പ് പിന്നെ അട്ടിമറിക്കപ്പെട്ടു എന്ന് തന്നെയാണല്ലോ അതിൻ്റെ പച്ച മലയാളത്തിലുള്ള അർത്ഥം. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നു പറഞ്ഞാൽ അതല്ലേ? കോൺഗ്രസ് എങ്ങനെ അഭിപ്രായമുണ്ടോ? കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കൾ ഈ പറഞ്ഞ AICC സംഘടനാകാര്യ സെക്രട്ടറി ഉൾപ്പെടെ KC വേണുഗോപാലിന് ഉൾപ്പെടെ അങ്ങനെ അഭിപ്രായമുണ്ടോ? കേട്ടില്ലല്ലോ ഇതുവരെ. രാവിലത്തെ പത്രസമ്മേളനത്തിലും അങ്ങനെ കേട്ടില്ലല്ലോ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നതായിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും ആദ്യം പിന്നെ ചീഫ് ഇലക്ഷൻ ഓഫീസറായ ശ്രീ സഞ്ജയ് കൗൾ IAS സമീപിച്ച് പരാതി കൊടുക്കണം. അതുകൊണ്ട് തീരുന്നെങ്കിൽ കോടതിയിൽ പോകണം. ഇക്കാര്യങ്ങൾ ജനങ്ങളോട്, കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയണം, മാധ്യമങ്ങളോട് തുറന്നു പറയണം. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കും, അതുകൊണ്ട് അവിടെ പ്രശ്നം പരിഹരിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കോടതിയിൽ പോകും എന്ന് തുറന്നു പറയണം. അതല്ലാതെ ഇപ്പോൾ കാണിക്കുന്നത് ഇത് എന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി പോകും. അതാണ് കാര്യം. അപ്പോൾ മനസ്സിലാവുന്നത് ഇന്നലെ പറഞ്ഞതിൽ നിന്ന് KC വേണുഗോപാലിന് ഇന്നും മലക്കം മറിയേണ്ടി വന്നതിൻ്റെ സാഹചര്യം വ്യക്തമാക്കുന്നത് എന്താണ്? ഒറ്റ സാഹചര്യമുള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ സ്ട്രോങ് ഹോൾഡായിട്ടുള്ള പ്രദേശങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞല്ലോ പ്രകാശൻ മാസ്റ്റർ, കണ്ണൂരിലെ 2 UDF മണ്ഡലങ്ങൾ, ആ UDF മണ്ഡലങ്ങളിൽ ഏറ്റവും കുറവ് പോളിംഗ് ആയിരുന്നുള്ള അദ്ദേഹം പറഞ്ഞല്ലോ. മറ്റ് പല സ്ഥലങ്ങളും എനിക്ക് പറയാനുണ്ട്, അത് സമയക്കുറവ് കൊണ്ട് അത് പറയുന്നില്ല. അതാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ ഈ കേന്ദ്രങ്ങളിലൊക്കെ പോളിംഗ് കുറഞ്ഞതിൻ്റെ കാരണം UDFന് പരമ്പരാഗതമായി കിട്ടുന്ന വോട്ട് വിഹിതമുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കുറഞ്ഞിട്ടുള്ളതെന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത. രണ്ടാമത്തെ കാര്യം, ജനങ്ങൾക്ക് എന്തിനാണ് അനാവശ്യമായ LDF വിരുദ്ധത, പിണറായി വിരുദ്ധത എന്നുള്ള മനോഭാവം കേരളത്തിലെ വോട്ടർമാരിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായി കാണപ്പെട്ടു. അതിൻ്റെ ഒരു ഉദാഹരണം, ഇപ്പോൾ പ്രിൻ്റ് ഒരു ഉദാഹരണം പറഞ്ഞത്, കഴിഞ്ഞ തവണ പോളറൈസേഷൻ ഉണ്ടായി, ധ്രുവീകരണം ഉണ്ടായി 2019 ഉണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. ഭൂരിപക്ഷ സമുദായത്തിൻ്റെയും ന്യൂനപക്ഷ സമുദായത്തിൻ്റെയും വോട്ട് ധ്രുവീകരണം ഉണ്ടായി. ഇത്തവണ അത് ഉണ്ടായില്ല. BJPക്ക് വലിയ അതുകൊണ്ട് താല്പര്യവും അല്ലെങ്കിൽ പിന്നെ എന്താണ് അവരുടെ പ്രത്യാശയും വർദ്ധിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാം പ്രിൻ്റിനോട്, തിരുവനന്തപുരത്തിൻ്റെ മാത്രം കാര്യം, എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. തിരുവനന്തപുരത്ത് ഈ ന്യൂനപക്ഷത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് ഇലക്ഷന് മുമ്പ് എനിക്ക് നേരിട്ടറിയാവുന്ന പ്രധാനപ്പെട്ട മുസ്ലിം കേന്ദ്രങ്ങളിൽ കാന്തപുരം AP ഔവക്കൽ മുസ്ലിയാരുടെ, കാന്തപുരം ഉസ്താദ് എന്ന് വിളിക്കുന്ന AP വിഭാഗത്തിൻ്റെ ആത്മീയാചാര്യനായ AP ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ 9 സ്ഥലങ്ങളിലായി വിപുലമായ കുടുംബയോഗങ്ങൾ നടന്നിരുന്നു. അവിടെ എവിടെയാണ്? തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ. ഈ സൈഫുദ്ദീൻ ഹാജി അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രാസംഗികനായിരുന്നു. ഈ സംസ്ഥയായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നേതാവാണ് സൈഫുദ്ദീൻ ഹാജി. അവിടെ പ്രധാനമായിട്ടും പിന്നെ ജനങ്ങളോട് ചോദിച്ച 2 കാര്യങ്ങളുണ്ട്. അവർ ഒന്ന്, BJPക്കെതിരാണ് സ്വാഭാവികമായും സമസ്തയുടെ നിലപാട്. 2, തിരുവനന്തപുരത്ത് പിന്നെ ശശി തരൂരല്ല ജയിക്കേണ്ടത്, അവിടെ പന്നിൻ രവീന്ദ്രൻ ജയിക്കണം എന്ന് തന്നെയാണ് നേരിട്ട് ഈ സദസ്സുകളിൽ എനിക്കറിയാവുന്ന 9 പ്രദേശങ്ങളിൽ നടന്ന കുടുംബയോഗങ്ങളിൽ, നിരവധി കുടുംബയോഗങ്ങളിൽ ഈ തരത്തിലാണ് പിന്നെ AP വിഭാഗം നേതാക്കൾ സംസാരിച്ചത്. പിന്നെ ശശി തരൂരിൻ്റെ ഒന്ന് ഈ നമ്മുടെ അയോധ്യ വിഷയത്തിലുള്ള നിലപാട്, 2 പലസ്തീൻ വിഷയത്തിലുള്ള നിലപാട്. അപ്പോൾ എത്രത്തോളം മുസ്ലിം വിരുദ്ധമാണ് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിലാണ് അത് ചെയ്തത്. അതവിടെ മാത്രമല്ല, തിരുവനന്തപുരത്ത് മാത്രമല്ല. ഞാൻ തിരുവനന്തപുരം എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ട് നിൽക്കുന്ന സ്ഥലമാണല്ലോ ഇവിടെ ഈ ഇലക്ഷനിൽ, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. മറ്റ് പല മണ്ഡലങ്ങളിലും ഈ തരത്തിൽ ന്യൂനപക്ഷം നിലപാടെടുത്തിട്ടുണ്ട്. ഈ നിലപാടെടുത്തത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിന് നിലപാടില്ലായ്മയാണ് അടിസ്ഥാന കാരണം. ആ നിലപാടില്ലായ്മ വരുമ്പോൾ ആ സമുദായത്തിന്, ന്യൂനപക്ഷ സമുദായത്തിന് ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ തിരുവനന്തപുരത്ത് ലത്തീൻ രൂപതാധ്യക്ഷൻ തോമസ് ജെ നെറ്റോ പറഞ്ഞത്, നാളെ CAയുടെ പേരിൽ അദ്ദേഹം പറഞ്ഞത്, നാളെ ഈ പ്രശ്നം നമ്മളെയും തുറച്ചു നോക്കുന്നതാണ്, നമ്മളെയും ബാധിക്കുന്ന വിഷയമാണ് എന്ന് അദ്ദേഹം ഇലക്ഷൻ കാലത്ത് തന്നെയല്ലേ പറഞ്ഞത്. ആ മനോഭാവം ആ വിഭാഗത്തിനിടയിൽ ഇല്ലേ? ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ രാഷ്ട്രീയമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് പറഞ്ഞത്. LDF തികച്ചും രാഷ്ട്രീയം തന്നെ പറഞ്ഞാണ് ഈ ഇത്തവണത്തെ ഇലക്ഷനിൽ ക്യാമ്പയിൻ നടത്തിയത്. മറിച്ച് പിണറായി വിരുദ്ധത, സർക്കാർ വിരുദ്ധത, LDF വിരുദ്ധത, ഈ 3 പ്രശ്നങ്ങളിലാണ് UDF ഫോക്കസ് ചെയ്തത്. സ്വാഭാവികമായിട്ടും BJPക്ക് മോദി ഗ്യാരണ്ടിയിലാണ് അവർ ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഈ 3 പ്രശ്നങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ വന്നത്. അപ്പോൾ ശരിയായ രാഷ്ട്രീയം എന്താണെന്നുള്ള ജനങ്ങളിലേക്ക് ശരിയായ ബോധ്യം വരികയായിരുന്നു.
ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെയാണ് വോട്ടിംഗ് ശതമാനം എതിർഭാഗത്ത് നിൽക്കുന്ന UDFൻ്റെ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ ചോർച്ചയുണ്ടായത് എന്നാണ് ഞാൻ കരുതുന്നത്. അതുതന്നെയാണ് ഈ വോട്ടേഴ്സ് ടേൺ ഔട്ടിൽ ഈ പെർസെൻറ്റേജിൽ കുറവുണ്ടാക്കാൻ ഇടയായിട്ടുള്ള അടിസ്ഥാന കാരണം. അതല്ലാതെ അതിന് കൃത്രിമം അട്ടിമറി എന്നൊക്കെ പറയുന്നത് ഈ ജനങ്ങളുടെ ഉത്സവം എന്ത് ആലങ്കാരികമായി പറയുകയും ആ പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യേണ്ടി വരുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്ന് പറയുന്ന ആ അവസ്ഥ ഇന്നലെ നടന്നത് എന്താണെന്ന് അഡ്രസ്സ് ചെയ്യേണ്ടി വരുമ്പോൾ അതിനെ കൃത്രിമമായ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് അതിനെ വേറൊരു രൂപത്തിൽ ചിത്രീകരിക്കാനുള്ള ശ്രമം, ആ ശ്രമം എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധത തന്നെയാണ്. അത് ജനാധിപത്യ വിരുദ്ധതയല്ലാതെ മറ്റൊന്നും നമുക്കതിനെ മിതമായ ഭാഷയിൽ പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഭാഷയിൽ നിർത്തുന്നത് കേട്ടോ. അങ്ങനെയല്ലല്ലോ നമ്മൾ കാണേണ്ടത്, അങ്ങനെയല്ലല്ലോ. ഈ പറഞ്ഞ 19 ദിവസത്തോളം നടന്ന ഈ ക്യാമ്പയിനിൽ എന്താണ് നമ്മൾ മുമ്പോട്ട് വെച്ചത് എന്ന് ഓരോ രാഷ്ട്രീയ മുന്നണിക്കും ആലോചിക്കാനുള്ള സമയം ആണ് വാസ്തവത്തിൽ ഇന്ന് ഈ ചർച്ചയിലൂടെ ഉണ്ടാവേണ്ടത്. അതിന് പകരം തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നു എന്ന് ശ്രീ സേനാപതി വേണു പറയുന്നു. ഈ BJPയെ സംബന്ധിച്ച് ന്യൂനപക്ഷ വോട്ടുകളുടെ പ്രശ്നമുണ്ടായിട്ടില്ല എന്ന് പ്രിൻറ്റു മഹാദേവ് പറയുന്നു. അപ്പം ഇത് വാസ്തവത്തിൽ അതാണോ എന്നുള്ളത് അവർക്കറിയാത്ത കാര്യമൊന്നുമല്ല എന്താണെന്നുള്ളത്. പക്ഷെ പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ ഇതിൻ്റെ പ്രക്രിയയാണല്ലോ, സിസ്റ്റത്തിൻ്റെ ഭാഗമാണിത്. ഡെമോക്രസി എന്ന ഇന്ത്യൻ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ഈ ഇലക്ഷൻ എന്ന് പറയുന്നത്. അത് ഇലക്ഷൻ കമ്മീഷൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യമുള്ള രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വേണം അറ്റാക്ക് ചെയ്യാൻ. ഇലക്ഷൻ കമ്മീഷൻ തെറ്റ് ചെയ്തിരിക്കുന്നു, ഞങ്ങൾക്കതാണ് ആരോപിക്കാനുള്ളത്. എത്ര വോട്ട് ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്, എത്ര വോട്ട് ടെൻഡർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇലക്ഷനിൽ നമുക്ക് ഒരു വോട്ടർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗമാണ് വോട്ട് ടെൻഡർ ചെയ്യുക, വോട്ട് ചലഞ്ച് ചെയ്യുക തുടങ്ങിയ നടപടിക്രമങ്ങൾ. എത്ര എണ്ണമുണ്ട് നോക്കൂ. ഈ പറയുന്ന 25,000 ബൂത്തുകളിൽ എത്ര ബൂത്തുകളിലാണ് വോട്ട് ടെൻഡർ ചെയ്യപ്പെടുകയോ ചലഞ്ച് ചെയ്യപ്പെടുകയോ ഉണ്ടായിട്ടുള്ളത്? വളരെ 2 വിരലെ എണ്ണാവുന്ന സ്ഥലങ്ങളിലേ ഉള്ളൂ. അത് 2 കയ്യിൽ എണ്ണാവുന്ന സ്ഥലങ്ങളിലേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടിട്ടില്ല, തെരഞ്ഞെടുപ്പ് കൃത്രിമം നടന്നിട്ടില്ല. സുതാര്യമല്ലാത്ത തെരഞ്ഞെടുപ്പല്ല ഇവിടെ നടന്നത് എന്ന് വളരെ വ്യക്തമാക്കുകയാണ്. ശ്രീ പ്രിൻറ്റു മഹാദേവ്, നിങ്ങൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. പ്രധാനമന്ത്രി ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ട് പോയത് BJP ഇവിടെ 2 അക്കം തികയ്ക്കും എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞു പോയത്. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലെല്ലാം പറഞ്ഞത് 5 സീറ്റ് ഉൾപ്പെടെ നേടും എന്നുള്ള വലിയ പ്രഖ്യാപനം നിങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന അത്തരത്തിൽ ആശകൾ പ്രകടിപ്പിക്കുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടായി. ഇപ്പോൾ വന്ന് തൃശ്ശൂരിലേക്ക് മാത്രം നിങ്ങളുടെ പ്രതീക്ഷകൾ ഒതുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തന്നെ യാഥാർത്ഥ്യമാകുമോ എന്നത് വലിയ സംശയത്തിന് ഇട നൽകുന്ന ഒരവസ്ഥയാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ 2 അക്കം തികയ്ക്കുമെന്നൊക്കെ സ്വപ്നം കണ്ടത് ഈ ഘട്ടത്തിൽ? തീർച്ചയായും ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് സാധ്യതയാണല്ലോ. സാധ്യതയുടെ രാഷ്ട്രീയത്തെ കൃത്യമായിട്ട് ഈ കേരളത്തിൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച പ്രസ്ഥാനം BJPയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എണ്ണയിട്ട യന്ത്രങ്ങൾ പോലെ തന്നെ ഞങ്ങളുടെ പ്രവർത്തകർ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങൾ ഹോംവർക്ക് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുകയായിരുന്നു. ഞങ്ങളൊരു ഇലക്ഷൻ്റെ ഒരു 6 മാസം മുമ്പ് തുടങ്ങിയ പ്രവർത്തനമല്ല. ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിക്കോട്ടെ, ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഞങ്ങൾ കൊടുത്തുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസമായിക്കോട്ടെ, ഒരുപക്ഷെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം CPM ആണ്, ഇടതുപക്ഷമാണ് പൊതുവെ ഈ കാര്യങ്ങൾ വളരെ ശുഷ്കാന്തിയോടുകൂടി ചെയ്യുക എന്നുള്ള സത്യം നമ്മൾ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. പൊതുവെ എല്ലാ കാലഘട്ടത്തിലും ഈ ബൂത്തിലേക്ക് ആളുകൾ എത്തിക്കുക, അതിലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ കാലഘട്ടത്തിലും അതിൽ വിജയിക്കുന്ന പ്രസ്ഥാനം CPM ആണ്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. കാരണം അവരുടെ കേഡർ സംവിധാനം അത് കൃത്യമായിട്ട് എല്ലാ കാലഘട്ടത്തിലും വിനിയോഗിക്കാറുണ്ട്. എന്നാൽ ഞങ്ങൾ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിനകത്തേക്ക് ജനങ്ങളെ എങ്ങനെയാണ് BJPക്ക് അനുകൂലമായി ചിന്തിക്കുക, എങ്ങനെയാണ് ഒരു വോട്ടറെ നേരിടുക, അതിന് ഞങ്ങളുടെ പ്രവർത്തന ശൈലിക്കകത്ത് ശക്തി കേന്ദ്രങ്ങൾ, ബൂത്ത് ഇൻചാർജ്, പേജ് ഇൻചാർജ് തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പാർട്ടി നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് കുറഞ്ഞ സമയത്തും ഞങ്ങളുടെ വോട്ടർമാരായിട്ടുള്ള ആളുകളെ മുഴുവൻ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് വോട്ട് ചെയ്യിക്കാൻ സാധിച്ചു എന്ന് തന്നെ ഞങ്ങളുടെ ആത്മവിശ്വാസം. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന തൃശ്ശൂർ ആയിക്കോട്ടെ, തിരുവനന്തപുരം ആയിക്കോട്ടെ, ഞങ്ങൾ മുന്നോട്ട് വെച്ച എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ഇന്നേ വരെ ഞങ്ങളുടെ സാധ്യതകളും ഞങ്ങളുടെ പ്രതീക്ഷകളും നിലനിർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ ഞങ്ങളുടെ സാധ്യത എന്ന് ഞങ്ങൾ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അവിടെ പോളിംഗ് സ്റ്റേഷനിലുണ്ടായിട്ടുള്ള പൊതുവെ ഇത്രയും ഈ ആളുകൾ പോളിംഗ് കുറഞ്ഞെങ്കിലും 5,72,000 സ്ത്രീകളായിട്ടുള്ള അമ്മമാരായിട്ടുള്ള വോട്ടർമാർ അവിടെ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വലിയ പോളിംഗ് കുറവിന് സാധ്യതയിലും 5,10,000 പേരാണ് പുരുഷ വോട്ടർമാർ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ട്രെൻഡ് BJPക്ക് അനുകൂലമാണ് എന്ന് തൃശ്ശൂരിൽ വളരെ വ്യക്തമായിരുന്നു. സ്ത്രീ വോട്ടർമാരുടെ കണക്കെടുത്തുകൊണ്ടാണ് തൃശ്ശൂരിൽ ഒരു വിജയം സാധ്യമാണ് എന്ന് താങ്കൾ പറഞ്ഞു വെക്കുന്നത്. ആ വാദം ശരിയാണോ?
ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് സ്ത്രീ വിഭാഗമാണ്. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യാൻ എത്തിയത്. അത് എല്ലാ മണ്ഡലങ്ങളിലും പ്രകടമാണ്. തൃശ്ശൂർ മാത്രം എന്താണ് ഒരു പ്രത്യേകത? അതിൽ ഞാൻ പറയട്ടെ അതിനകത്ത് കൃത്യമായിട്ട് അവിടെ തൃശ്ശൂരിൽ സ്ത്രീ സമൂഹം ഈ കുതന്ത്രങ്ങളെയൊക്കെ അതിജീവിച്ച സ്ത്രീ സമൂഹമാണ് തൃശ്ശൂരിലേത്. പ്രത്യേകിച്ച് സുരേഷ് ഗോപിക്കെതിരെയും BJPക്കുമെതിരെയൊക്കെയുള്ള വലിയ രീതിയിലുള്ള കുതന്ത്രങ്ങളും കുപ്രചനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരുന്ന സ്ത്രീ സമൂഹം അതിനൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ അവർ പങ്കാളികളാകും എന്നുള്ളത് തന്നെയാണ്. അത് കൃത്യമായിട്ട് പോളിംഗ് സ്റ്റേഷനകത്ത് രാവിലെ 11 മണി സമയത്തോടു കൂടി ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഞങ്ങളുടെ സംഘടനാപരമായ റിപ്പോർട്ടിനകത്തും കൃത്യമായിട്ട് BJPക്ക് വന്ന വോട്ടുകൾ നോക്കട്ടെ, ഞങ്ങൾ സമാന്തര വോട്ടർ പട്ടിക രേഖപ്പെടുത്തിയ വോട്ടുകളായിക്കോട്ടെ, അത് ഞങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തെ നിറവേറ്റി എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. അത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷയും. തൃശ്ശൂരിനകത്ത് പ്രത്യേകിച്ച് ഞാൻ നിൽക്കുന്ന ഒരു ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്ഥലം എന്ന രീതിയിൽ എനിക്കത് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഈ രണ്ട് മുന്നണികളുടെ കുതന്ത്രങ്ങളെയും കൃത്യമായിട്ട് പ്രതിരോധിച്ചുകൊണ്ട് ശാസ്ത്രീയമായ രീതിയിലാണ് ഞങ്ങളവിടെ പ്രവർത്തനം നടത്തിയത്. ആ പ്രവർത്തനത്തിന്റെ വിജയം തൃശ്ശൂരിനകത്ത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. പിന്നെ നേരത്തെ പ്രകാശ് മാഷ് പറഞ്ഞൊരു മാഷോട് ചെറിയ വിയോജിപ്പുണ്ട്. മാഷ് പറഞ്ഞു 70% താഴെ വരുന്ന സാഹചര്യത്തിലാണ് എല്ലാ പക്ഷവും ഇടതുപക്ഷമാണ് മുന്നേറുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 74% പോളിംഗ് പെർസെൻറ്റേജ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വന്ന ഇടതുമുന്നണിയാണ്. അപ്പോൾ ട്രഡീഷണൽ ആയിക്കൊണ്ട് ഈ കേരളത്തിൻ്റെ ആ രാഷ്ട്രീയ അല്ലെങ്കിൽ വോട്ട് കുറയുന്നു അല്ലെങ്കിൽ വോട്ട് കൂടുന്നതിനനുസരിച്ച് ഏതെങ്കിലും ഒരു മുന്നണി വരും എന്നുള്ള ഒരു രാഷ്ട്രീയ ട്രഡീഷണൽ സിസ്റ്റം അത് മാറാൻ പോവുകയാണ്. അത് മാറാനുള്ള ഉദാഹരണമായിക്കൊണ്ട് ശ്രീ പ്രകാശ് മാസ്റ്റർ മറുപടി പറയേണ്ട ഒരു വിഷയമാണ്. ശ്രീ പ്രകാശ് മാസ്റ്റർ, ഇപ്പോൾ BJPയുടെ വോട്ടുകളെല്ലാം അവർ ഭദ്രമാക്കിയിട്ടുണ്ട് എന്ന് പ്രിന്റു മഹാദേവൻ പറയുകയാണ്. LDFനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ പ്രത്യേകിച്ച് CPMൻ്റെ ഒരു കേഡർ സംവിധാനമൊക്കെ അനുസരിച്ച് വളരെ കൃത്യമായി പാർട്ടി വോട്ടുകൾ അല്ലെങ്കിൽ മുന്നണിയുടെ വോട്ടുകൾ വളരെ കൃത്യമായി വീണിട്ടുണ്ടോ, അവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് കൃത്യമായി അറിയാനുള്ളൊരു സംവിധാനം, ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കപ്പെടുന്ന സംവിധാനമാണ് LDF എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ LDF നേതാക്കളുടേതായ പ്രതികരണമെല്ലാം വരുന്നത് ആശങ്കപ്പെടാനൊന്നുമില്ല. വളരെ കൃത്യമായി ഞങ്ങളുടെ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് മറുഭാഗത്തുണ്ടായ ഈ ആശങ്കയാണ് ഇന്ന് കാണുന്ന വിവാദങ്ങൾക്കെല്ലാം കാരണമെന്നാണ് അവിടെ നിന്നുള്ള ആ ക്യാമ്പുകളിൽ LDFൻ്റെ ക്യാമ്പുകളിൽ നിന്നും ഉയരുന്ന ഒരു വാദഗതി. കൂട്ടിച്ചേർക്കാം അങ്ങേക്ക്. പ്രിന്റുവിൻ്റെ വർത്തമാനം കേട്ടാൽ തോന്നുക എന്തോ BJP കഴിഞ്ഞ കാലയളവിൽ വല്ലാതെ മുന്നോട്ട് പോയി എന്നാണ്. അവരുടെ പ്രതീക്ഷയുടെ ഒരു നില എന്താ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾക്ക് 30 സീറ്റ് കിട്ടിയാൽ ഭരിക്കുമെന്നും ഞങ്ങളുടെ സീറ്റ് ഏതാണ്ട് അതിനടുത്തെത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത് BJPയുടെ അധ്യക്ഷനാണ്. ഇവിടെ ഒരു സ്ഥാനാർത്ഥി മുഖ്യമന്ത്രിയാവാൻ വേണ്ടി ആഫീസ് തുറന്നൊരു നാടാ ഈ കേരളം. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും. അത് ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടെ എന്താ സംഭവിച്ചത്? അവർക്കുണ്ടായിരുന്ന ഏക MLA ഇല്ലാതായി. മുന്നേറ്റം വലിയ മുന്നേറ്റമല്ലേ? നേരത്തെ ഉണ്ടായിരുന്ന 15% വോട്ട് 12%മായി. വമ്പിച്ച മുന്നേറ്റമല്ലേ? 30 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ സ്ഥലത്ത് 0 സീറ്റ് കിട്ടി. എന്തിനെ പറ്റിയാണ് പ്രിന്റു മഹാദേവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ ഇവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ചരിത്രം പരിശോധിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാത്രമല്ല. പിന്നെ ഞാനത് പാർട്ടി നിഗമനമായിട്ടല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഈ കേരളത്തിലെ മാധ്യമങ്ങളാകെ ഇന്നലെ രാത്രി മുതൽ ഈ വിഷയം സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കാൻ അവർ എത്തിയിരിക്കുന്ന ഒരു പൊതു നിഗമനം, കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴെല്ലാമാണോ 70% തൊട്ടടുത്ത് ശതമാനം വോട്ടിംഗ് ഉണ്ടാവുന്നത് ആ സമയത്ത് ഇടതുപക്ഷമാണ് മുന്നേറിയത്. 75%-ലേറെ വോട്ട് എപ്പോഴാണോ പോളിംഗ് ഉണ്ടായത് ആ സമയത്താണ് UDFന് മുന്നേറ്റം ഉണ്ടായത് എന്നുള്ള ഒരു പൊതു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു കേരളം. അതിൻ്റെ മേലെയാണ് ഈ പറയുന്ന ആക്ഷേപങ്ങൾ വരുന്നത്. ഇപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ചാണല്ലോ ഏറ്റവും വലിയ ആക്ഷേപം എല്ലാ കാലത്തും ഉണ്ടാവുന്നത്. കണ്ണൂരുമായി ബന്ധപ്പെട്ട ഇന്ന് രാവിലത്തെ സ്ക്രൂട്ടിനിയിൽ ഞാൻ പങ്കെടുത്താൻ കണ്ണൂരിൽ ഒരൊറ്റ പ്രതിപക്ഷത്തിൻ്റെ ആരും BJP ആവട്ടെ കോൺഗ്രസ് ആവട്ടെ എന്തെങ്കിലും നിലക്കുള്ള കള്ള വോട്ടോ കൃത്രിമങ്ങളോ എന്തെങ്കിലും ഉണ്ടായി എന്നുള്ളൊരു വാക്ക് അവിടെ ഉന്നയിച്ചിട്ടില്ല. ഈ കേരളത്തിനകത്ത് എല്ലാ കാലത്തും കണ്ണൂരിനെ ആക്ഷേപിക്കാനാണല്ലോ ഈ UDF എല്ലാ കാലത്തും ശ്രമിക്കാറുള്ളത്. അതുപോലെ BJPക്കാർ പറഞ്ഞു ഈ സമയം വരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു, കണ്ണൂരിൽ പിന്നെ കള്ളവോട്ടുണ്ടായി കൃത്രിമുണ്ടായി എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. വോട്ടെടുപ്പ് കൃത്രിമുണ്ടായി എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ ഇങ്ങനെ ഒരു നിഗമനം, ഈ കേരളത്തിലുണ്ടായിട്ടുള്ള പോളിംഗ് ശതമാനത്തിൻ്റെ കുറവ് തങ്ങളെയാണ് പ്രതികൂലമായിട്ട് ബാധിക്കാൻ പോകുന്നത് എന്ന നിലക്കുള്ള ചർച്ച സജീവമാവുകയും അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാവുകയും ചെയ്തപ്പോഴാണ് വെപ്രാളത്തിൽ നിന്ന് ഈ പുതിയ കാര്യം ഉന്നയിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ഇക്കാര്യം ഇന്നലെ ഉന്നയിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഈ കേരളത്തിനകത്തുള്ള UDFൻ്റെ ആളുകൾ അല്ലെങ്കിൽ അവരുടെ കമ്മിറ്റി അവരുടെ സ്ഥാനാർത്ഥികൾ ഇത്തരമൊരു ആക്ഷേപം കേരളത്തിൽ എവിടെയെങ്കിലും ഉന്നയിച്ചോ? ഏതെങ്കിലും ഒരു ബൂത്തിനകത്ത് അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അവസരം ഉണ്ടായില്ല, കൃത്രിമമായിരിക്കുന്നു എന്ന് പറയാൻ ആരെങ്കിലും ഇത് മുന്നോട്ട് വന്നതായിട്ട് നമുക്കറിയില്ല. അപ്പോൾ
പരാജയ ഭീതിയിൽ നിന്നുണ്ടാവുന്നതാണ് പുതിയ ഈ അന്വേഷണം എന്നുള്ള ആക്ഷേപം. ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ VVPAT സാർവത്രികമായിട്ട് ഉപയോഗിക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലക്ക് സമയത്തിൽ ഒരല്പം കൂടുതൽ വേണ്ടി വരുന്നു എന്നുള്ള വിഷയമുണ്ട്. അതെങ്ങനെ പരിഹരിക്കാൻ വേണ്ടി കഴിയുമെന്ന് ആലോചിക്കേണ്ടത് തന്നെയാണ്. അതിന് പകരം മറുകണ്ഠം ചാടി തങ്ങളുടെ വോട്ട് ഷെയർ കുറയുന്നു എന്ന് കേട്ടപ്പോൾ ഇതിലെന്തോ കൃത്രിമമുണ്ട് എന്ന് പറയുന്നത് ഒരു ശരിയായ നിലപാടല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിലുള്ള ശുഭപ്രതീക്ഷ ഞങ്ങളുടെ നേതാക്കന്മാർ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വലിയ നിലക്ക് ഇടതുപക്ഷ തരംഗമുണ്ടായിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വലിയ മുന്നേറ്റമുണ്ടാകും എന്നുള്ളത് ഇന്നലെ മുതൽ തന്നെ ഞങ്ങളുടെ നേതാക്കന്മാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ കഴിയാത്ത ഒരു ദുരവസ്ഥയിൽ നിന്നാണ് ഈ പറയുന്ന ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് എന്ന് ചിന്തിക്കാൻ വേണ്ടി കഴിയുന്ന ഏതൊരു മലയാളിക്കും കൃത്യമായിട്ട് ബോധ്യമാകും. ആരുടെ വോട്ടാണ് കുറയാൻ സാഹചര്യം എന്ന കാര്യം പരിശോധിക്കുമ്പോൾ സംഗതി വെക്കുന്നതാണ്. LDF ഗവൺമെൻറ്റിനെതിരായിട്ട് നട്ടാൽ പൊടിക്കാത്ത കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ടുള്ള പ്രചാരവേലയാണല്ലോ BJPയും കോൺഗ്രസും ഒരു പറ്റം മാധ്യമങ്ങളും നടത്തിയത്. ജനങ്ങൾക്ക് ആ കാര്യം ബോധ്യമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുക കോൺഗ്രസ്സാണ്, UDF ആണ് എന്ന് പറയുന്ന വാദത്തോടും ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം ആളുകൾക്ക് യോജിപ്പില്ല. അപ്പോൾ ആ യോജിപ്പില്ലായ്മ പോളിംഗ് ശതമാനത്തിലെ കുറവായിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരാകെ തന്നെ എത്തിച്ചേരുന്ന നിഗമനം. അത് UDFിൻ്റെ അണികളിൽ UDFന് ബേജാറുണ്ടാക്കുന്നുണ്ട്, BJPക്കും അത് അങ്കലാപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഇത്തരം ഒരു ആക്ഷേപം ഉന്നയിക്കുന്നതിന് ഉപോത്ബലകമായിട്ട് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഇതുവരെ ഉന്നയിക്കാത്ത പുതിയ ആക്ഷേപങ്ങൾ ഇപ്പോഴുന്നയിക്കുന്നതിന് മറ്റെന്തെങ്കിലും ഒരു സാങ്കത്യവും ഇല്ല. ശ്രീ സേനാപതി വേണു, നിങ്ങളുടെ സ്വന്തം മനോരമയാണ് ഇത്തരത്തിൽ ഈ UDFിൻ്റെ ആവേശം കെടുത്തുന്ന പോളിംഗ് ശതമാനമാണ് ഉണ്ടായത് എന്ന ഒരു വിശകലന റിപ്പോർട്ട് ഇംഗ്ലീഷ് ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചത്. അവർ പറയുന്നൊരു കാര്യം, സംസ്ഥാന സർക്കാരിനെതിരായ വികാരമുണ്ടാക്കി അതിലൂടെ മുതലെടുപ്പ് നടത്താമെന്നായിരുന്നു UDF പ്രതീക്ഷയർപ്പിച്ചത്. പക്ഷേ അത് വേണ്ടത്ര ഫലം കാണാതെ പോയി. മനോരമയുടെ ഇംഗ്ലീഷ് പോർട്ടൽ നൽകുന്ന വിശകലനമാണിത്. താങ്കൾക്ക് വേണമെങ്കിൽ കയറി പരിശോധിക്കാം. അതായത് ഈ സംസ്ഥാന സർക്കാരിനെതിരെ നട്ടാൽ കുരുക്കാത്ത കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇത്ര വലിയ രീതിയിൽ പ്രചാരണം നടത്തിയിട്ടും അതൊന്നും വോട്ടർമാർക്കിടയിൽ ഒട്ടും ഏശിയില്ല എന്നതാണ് മനോരമ പങ്കുവെക്കുന്ന വികാരം. ശ്രീ സേനാപതി വേണു. നീലിമ, 2019 തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ 23-ന്, ഇപ്രാവശ്യം ഏപ്രിൽ 26, 3 ദിവസം മുമ്പാണ്. 2019 ഏപ്രിൽ 24 ദേശാഭിമാനി ദിനപത്രം ഉണ്ട് എങ്കിൽ അതിന്റെ തലക്കെട്ടൊന്ന് എടുത്തു നോക്കണം. ആ തലക്കെട്ട് 2019 തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ദേശാഭിമാനി പത്രത്തിലെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടുള്ള അവരുടെ തലക്കെട്ട് പത്രം ഉണ്ട് എങ്കിൽ ഒന്ന് എടുത്തു നോക്കണം. അപ്പൊ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് LDF തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുന്നു എന്നുള്ളതാണ് 19. അപ്പം വോട്ടെണ്ണി കഴിഞ്ഞപ്പോഴാണ് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത് എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ പ്രകാശ് മാസ്റ്ററോട് സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങളിപ്പോ വിന്നേഴ്സാണ്. അല്ല, ഇപ്പൊ UDF തരംഗം ഇപ്പൊ പോളിംഗ് ശതമാനമെല്ലാം പുറത്തു വന്നല്ലോ. UDF തരംഗമാണ് ഇപ്പോൾ എന്ന് പറയാൻ കഴിയുന്നുണ്ടോ? UDF തരംഗം സംസ്ഥാനത്ത് ആഞ്ഞടിച്ചിട്ടുണ്ട് എന്ന് ഈ കണക്കുകൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ? അല്ല നീലിമ, ഞങ്ങൾക്കൊരാശങ്കയും ഉത്കണ്ഠയും തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചില്ല. പക്ഷെ ഞങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതും ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചു. ഇവിടെ എത്ര ലാഘവത്തോടു കൂടിയാണ് ജയചന്ദ്രൻ സാർ പറഞ്ഞത്, ഒരാളും ടെൻഡർ വോട്ട് ചെയ്തിട്ടില്ല, ഒരാളും പരാതികൾ കൊടുത്തിട്ടില്ല. പരാതികളെല്ലാം UDFിന്റെ നേതാക്കള്, സ്ഥാനാർത്ഥികളെല്ലാം ഇന്നലെ മുതൽ TVകളിലും മാധ്യമങ്ങളിലും എല്ലാം അവർ പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 2 മണിക്ക് ക്യൂവിൽ നിൽക്കുന്ന ഒരാൾക്ക് രാത്രി 10 മണിയായിട്ടും വോട്ട് ചെയ്യാൻ അത് ചില മണ്ഡലങ്ങളിലും ചില പ്രദേശങ്ങളിലും കഴിയുന്നില്ല എന്ന് പറയുന്നത് അത് കേവലം യാദർശികമാണ്, അതല്ല എങ്കിൽ നിഷ്കളങ്കമാണ് എന്നൊക്കെ ജയചന്ദ്രൻ സാറിനെ പോലെ ഒരാള് അത് അങ്ങനെ വന്നൊരു ഒരു മാധ്യമ പ്രവർത്തകൻ പറയുമ്പോൾ ശ്രീ സേനാപതി വേണു, ആ ക്യൂവിൽ നിൽക്കുന്നത് LDFന് വോട്ട് ചെയ്യാൻ വന്നവർ മാത്രമായിരിക്കില്ലല്ലോ, അവിടെ UDFന് വോട്ട് ചെയ്യാൻ വന്നവർ മാത്രമായിരിക്കില്ലല്ലോ, BJP അനുഭാവികൾ ഉണ്ടാകുമല്ലോ. അപ്പൊ ഇത് എല്ലാവരെയും ബാധിക്കുന്നതല്ലേ? അപ്പൊ UDFന് വോട്ട് ചെയ്യാൻ വരുന്ന ആളുകളെ മാത്രം തെരഞ്ഞുപിടിച്ച് 2 മണിക്കൂർ ക്യൂവിൽ നിർത്തി എന്നൊക്കെ പറയാൻ കഴിയുമോ? അല്ല, ഞാൻ പറഞ്ഞത് വളരെ സെൻസിറ്റീവായ പോളിംഗ് നടക്കുന്ന ചില പോളിംഗ് സ്റ്റേഷനുകൾ, അവിടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ താമസിപ്പിക്കാനും വോട്ടർമാർക്ക് സമയത്ത് വോട്ട് ചെയ്യാൻ പറ്റാതെ അവർ നിരാശരായിട്ട് മടങ്ങിപ്പോകാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടാകുന്നു? കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഇന്നോളം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ എന്താണ് ഇപ്പൊ പുതുതായിട്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള കാരണം? ഇപ്പൊ 4% ബൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,000-ൽ പരം, 400,000 വരെയുള്ള ബൂത്തുകളിൽ 4% ബൂത്തുകൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും ബൂത്തുകളുടെ എണ്ണം എവിടെ പോവുകയാണ്? നമ്മൾ കേവലം 4% എന്ന് പറയുന്നത്. പിന്നെ
ഇപ്പോ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷങ്ങളുടെ എന്താ പറഞ്ഞ അവരുടെ കമ്മിറ്റികൾ കുടുംബയോഗങ്ങളെ കുറിച്ചൊക്കെ ജയചന്ദ്രൻ സാർ പറഞ്ഞു. സാർ, മതന്യൂനപക്ഷങ്ങൾക്ക് നിങ്ങളുള്ള വിശ്വാസമൊക്കെ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം അന്ന് തന്നെ നഷ്ടപ്പെട്ടു. നിങ്ങൾ പണ്ട് പറഞ്ഞത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നാണ് പറഞ്ഞത്. ഇന്നത്തെ EP നാളത്തെ BJP എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ശ്രീ സേനാപതി വേണു, അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ട് മണ്ഡലങ്ങളുടെ കണക്കൊന്ന് പരിശോധിക്കേണ്ടി വരും. പൊന്നാനിയും മലപ്പുറവുമാണ് ഒന്ന് എടുക്കേണ്ടത്. ശ്രീ സേനാപതി വേണു, പൊന്നാനിയും മലപ്പുറവും ഒന്ന് എടുക്കണം. അവിടെ UDF തരംഗമുണ്ടായപ്പോൾ പൊന്നാനിയിൽ 74%, ഇന്നലെ രേഖപ്പെടുത്തിയത് 69%, മലപ്പുറത്ത് 75%, സ്ഥാനത്ത് 72%. ഇത്രയേറെ ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അങ്ങേയറ്റം മേൽക്കൈയുള്ള രണ്ട് മണ്ഡലങ്ങളാണല്ലോ. സ്വാഭാവികമായും നിങ്ങളുടെ കൈവെള്ളയിലുള്ള മണ്ഡലങ്ങൾ, ഈ മണ്ഡലങ്ങളിൽ നിങ്ങളോടുള്ള വിശ്വാസരാഹിത്യമാകാം ഒരുപക്ഷെ ഈ പോളിംഗ് ശതമാനം കുറയാൻ ഇടയാക്കിയത്. കാരണം പച്ചക്കൊടിയുടെ വിവാദമൊക്കെ അവിടെ നിൽക്കുകയാണല്ലോ, CAA വിവാദം അവിടെ നിൽക്കുകയാണല്ലോ. ഇടതുപക്ഷത്തോടുള്ള വിശ്വാസരാഹിത്യവും ആകാമല്ലോ. കാരണം നേരം വെളുക്കുന്നത് വരെ ഫാസിസത്തിനെതിരെ പോരാട്ടം നടത്തുന്ന ആളുകള് നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ കാണുന്നത് ഫാസിസ്റ്റുകാരന്റെ വീട്ടിൽ ചോറുണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോ അത് അവിടെയും പിന്മാറിയതാകാമല്ലോ. ആരാണ് പിന്മാറിയത് എന്നുള്ളത് ഇപ്പൊ നമുക്ക് മഷിയിട്ടൊന്നും നോക്കാൻ പറ്റത്തില്ലല്ലോ. ഏതായാലും നമ്മൾ ജൂൺ മാസം 4-ാം തീയതി വരെ നമുക്ക് ഈ ചർച്ചകൾ തുടരാം. അത് ചർച്ചകൾ തുടരട്ടെ. UDF കേന്ദ്രങ്ങളിലെ ഈ വോട്ട് ചോർച്ചയെ കുറിച്ച് കൂടി സമഗ്രമായി ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ട്. ന്യൂസ് ആൻഡ് വ്യൂസ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ M ജയചന്ദ്രനിലേക്കാണ്. അതിനു മുമ്പ് സേനാപതി വേണുവിനോട് ഒരു കാര്യം ഈ ബ്രേക്കിനിടയിൽ പറയാൻ വിട്ടുപോയതാണ്. EP ജയരാജനെ മാത്രമല്ല, ഈ UDFന്റെ എല്ലാ MP-മാരെയും കോൺഗ്രസിന്റെ എല്ലാ MP-മാരെയും കണ്ടതായി പ്രകാശ് ജാവദേക്കർ ഒരു പ്രസ്താവനയും നടത്തിയിട്ടുണ്ട്. എല്ലാവരെയും കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയ ചർച്ചകൾ സ്വാഭാവികമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ശ്രീ സേനാപതി വേണു, ശ്രീ M ജയചന്ദ്രൻ, ഈ UDFന്റെ ശക്തി കേന്ദ്രങ്ങളിലുണ്ടായി, ഞാൻ അങ്ങയിലേക്ക് വരാം. UDFന്റെ ശക്തി കേന്ദ്രങ്ങളിലുണ്ടായ ഒരു വോട്ട്, ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതൊക്കെ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. ഒന്ന് എടുത്തു പറയേണ്ടത് പൊന്നാനിയും മലപ്പുറവുമാണ്. പൊന്നാനി ഇന്നലെ 6 മണി വരെ നോക്കുമ്പോൾ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തുന്ന ഒരു മണ്ഡലമായി ഏറ്റവും പുറകിൽ നിന്നത് പൊന്നാനിയാണ്. പക്ഷേ സമീപകാലങ്ങളിൽ ഒന്നും തന്നെ പൊന്നാനിയിൽ നിന്നും അത്തരത്തിൽ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. ഇത് എന്തുകൊണ്ടായിരിക്കാം? ഒരു പക്ഷേ ഈ കൊടിയുടെ വിവാദം, പച്ചക്കൊടി ഒളിപ്പിച്ചു വെക്കാൻ രാഹുൽ ഗാന്ധി AICC ആഹ്വാനം ചെയ്ത സാഹചര്യം, അതുപോലെ CAA വിഷയത്തിൽ കോൺഗ്രസ് ഒന്നും പറയാത്തത്, അയോധ്യ വിഷയത്തിൽ കോൺഗ്രസ് എടുക്കുന്ന ഇരട്ടത്താപ്പ്, ഇക്കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ ഈ മലപ്പുറത്തും പൊന്നാനിയിലുമൊക്കെ ഒരുപക്ഷെ പ്രതിഫലിച്ച് കാണാൻ സാധ്യതയില്ലേ? അല്ല, അവിടെ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നീലിമ എന്താണെന്നറിയാമോ? ഈ ഇൻറ്റഗ്രിറ്റി നമ്മൾ പറയുമല്ലോ, അവിടെ പൊന്നാനിയുടെയും മലപ്പുറം കാര്യത്തിൽ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അത് പരിശോധിക്കുമ്പോഴേക്ക് അത് കമ്മ്യൂണൽ ഇൻറ്റഗ്രിറ്റിയുടെ പ്രശ്നമാണ് വരുന്നത്. കമ്മ്യൂണൽ ഇൻറ്റഗ്രിറ്റി തന്നെയാണ്. തങ്ങളുടെ സമുദായത്തിൻ്റെ ആത്മാഭിമാനം അത് ചോദ്യം ചെയ്യപ്പെടുന്ന അവസരത്തിലൊക്കെ എവിടെയാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്ന നേതൃത്വം, മുന്നണി എവിടെയാണെന്നുള്ള വലിയൊരു സന്ദേഹം ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് ആ സമൂഹത്തിൽ. ആ സന്ദേഹം ഇലക്ഷൻ അവസാനിക്കുന്ന ഇലക്ഷൻ അവസാന ഘട്ടമായപ്പോഴേക്കും അത് വലിയൊരു ആശങ്കയായി രൂപാന്തരപ്പെടുകയാണ് അത് ചെയ്യുന്നത്. ആ ആശങ്കയിൽ നിന്നാണ് ഈ തരത്തിൽ ഒരു നിലവാരത്തിലേക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് താഴ്ന്നത് എന്ന് തന്നെ അനുമാനിക്കാൻ സാധിക്കൂ. അതേസമയം LDF കേന്ദ്രങ്ങളിലൊക്കെ LDFനെ കൊണ്ട് ഞാൻ അന്വേഷിച്ചിടത്തോളം LDF കേന്ദ്രങ്ങളിലെല്ലാം ഒരു തരത്തിലുള്ള ഈ വോട്ടിംഗ് ചോർച്ചയും ഉണ്ടായിട്ടില്ലെന്നാണ് അവിടെ നിന്നുള്ള ബന്ധപ്പെട്ട LDFൻ്റെ ആൾക്കാരെല്ലാം തന്നിട്ടുള്ള വിവരം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കമ്മ്യൂണൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്റ്റ് നന്നായി തന്നെ കണക്കിലെടുക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ സുഹൃത്ത് ശ്രീ സേനാപതി വേണുവിനോട് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം, താങ്കൾ ഈ EP ജയരാജൻ്റെ വിഷയം സൂചിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാനത് പറയില്ലായിരുന്നു. ഇപ്പോൾ നീലിമ സൂചിപ്പിച്ചല്ലോ, പ്രകാശ് ജാവദേക്കർ പറഞ്ഞത് മുംബൈയിലാണ് ഇന്ന് രാവിലെ. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൻ്റെ മുഴുവൻ MP-മാരെയും കേരളത്തിലെ മുഴുവൻ MP-മാരെയും അദ്ദേഹം പേഴ്സണലായി കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പേഴ്സണലായി കണ്ടിട്ടുണ്ട്. എന്തിനാണ് പേഴ്സണലായി കാണാനുള്ള എന്ത് കാര്യമാണ് പ്രകാശ് ജാവദേക്കർ എന്ന പ്രഭാരിക്ക് കേരളത്തിലെ കോൺഗ്രസ് MP-മാരുമായിട്ടുള്ളത് എന്ന് വ്യക്തമാക്കേണ്ടത് ആ ഓരോ MP-മാരുമാണ്. താങ്കൾ പറഞ്ഞാൽ മതിയാവില്ല. അത് താങ്കൾക്ക് പറയാൻ കാരണങ്ങളുണ്ടായെങ്കിൽ നല്ലത്, പക്ഷേ ആ ഓരോ MP-മാരും പറയണം പ്രകാശ് ജാവദേക്കറെ എന്താണ് വ്യക്തിപരമായി പേഴ്സണലായി കാണാനുള്ളത് എന്നുള്ളത്. അപ്പോൾ അതിന് അത്രയും മറുപടി ആവശ്യമുള്ളൂ ഇപ്പോൾ ഈ ചർച്ചയിൽ, ഈ ഘട്ടത്തിൽ. കാരണം
ഇതിൻ്റെ മറുപടി ഈ EPA സംബന്ധിച്ചുള്ള താങ്കളുടെ ചോദ്യത്തിന് മറുപടി പ്രകാശ് ജാവ്ദേക്കർ തന്നെ രാവിലെ ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ഇനി കോൺഗ്രസിൻ്റെ MP-മാരാണ് അത് പിന്നെ വ്യക്തത വരുത്തേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നിൽക്കുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ താങ്കൾ ചോദിച്ചല്ലോ, ഞാൻ വളരെ നിസ്സാരമായിട്ട് ആണ് പിന്നെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ചലഞ്ച് ചെയ്തിട്ടുള്ള വോട്ടർമാർ പരാതിപ്പെട്ടെന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. കാരണം ഈ ഇലക്ഷൻ ഹിയറിങ്ങിൻ്റെ മൊത്തം ഒരു ചിത്രം എടുത്തു നോക്കൂ. പിന്നെ ആൻറ്റി LDF ക്യാമ്പയിനിൽ ഞാൻ മുമ്പേ എന്നുള്ള നിലയിലാണല്ലോ മാധ്യമങ്ങൾ പിന്നെ ഏതാണ്ട് ബഹുഭൂരിപക്ഷവും നിന്നതും ഇപ്പം നിൽക്കുന്നതും. അപ്പോൾ എന്തെങ്കിലും ഒരു വോട്ടറുടെ അതൃപ്തിയോ പരാതിയോ ഉണ്ടെങ്കിൽ ഈ ആൻറ്റി LDF ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ അത് ഒഴിവാക്കും എന്നങ്ങ് പറയില്ലല്ലോ. അത് ഏറ്റവും പർവ്വതീകരിച്ച് കാണിക്കാൻ എന്തെങ്കിലും അവസരം കിട്ടുന്നത് പരമാവധി പർവ്വതീകരിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, വോട്ട് ടെൻഡർ ചെയ്തിട്ടുണ്ടോ, വോട്ട് ചലഞ്ച് ചെയ്തിട്ടുണ്ടോ? ഉള്ളത് നമ്മുടെ രണ്ട് കയ്യിൽ ഒതുക്കാനുള്ളത് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. തീരെ ഇല്ല എന്നല്ല പറഞ്ഞത്, അത്രയുമേ ഉള്ളൂ. ഉണ്ടെങ്കിൽ ഈ മാധ്യമങ്ങൾ ചെയ്തേനെയായിരുന്നു. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ശ്രീ സേനാപതി വേണു, അതാണ് ഇത്തരത്തിൽ ഈ ഇവിടുത്തെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്, കൈരളി ഒഴികെയുള്ള എല്ലാ മാധ്യമങ്ങളും നിങ്ങൾക്ക് അങ്ങേയറ്റം വലിയ പിന്തുണ നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഈ 2 മണിക്ക് വന്നിട്ട് 6 മണി വരെയൊക്കെ വോട്ട് ചെയ്യാൻ സാധിക്കാതെ ഒരാൾ ക്യൂവിലുണ്ട്. അത്തരത്തിലൊരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ നേതാക്കൾ എങ്കിലും ഒന്ന് ഇടപെടണം. അപ്പോൾ തന്നെ മാധ്യമങ്ങൾ അവിടെ പാഞ്ഞെത്തും, ലൈവായി അവിടെ സംപ്രേഷണം ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നടന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാൻ ഈ ന്യൂസ് റൂമിൽ ഇന്നലെ ഉടനീളം ഉണ്ടായിരുന്ന ഒരാളാണ്. നമ്മുടെ മുന്നിൽ എല്ലാ മാധ്യമങ്ങളും വരുന്ന രീതിയിൽ ടെലിവിഷനുകൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ഒപ്പം ഒരു കാര്യം കൂടിയുണ്ട്. ഈ കാസർഗോഡ് നടന്ന ഈ കള്ളവോട്ട് ശ്രമം, എത്രയോ ബൂത്തുകളിലാണ് കള്ളവോട്ട് ശ്രമം, അവിടെ ബൂത്ത് ഏജന്റുമാരെ പുറത്താക്കുന്ന സംഭവമുണ്ടായി. അത് കൈരളി മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. അത് റിപ്പോർട്ട് ചെയ്ത കൈരളി മാധ്യമപ്രവർത്തകരെ UDF-കാർ, മുസ്ലിം ലീഗുകാർ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന സംഭവമുണ്ടായി. അതും ഒരു മാധ്യമത്തിൻ്റെയും ചർച്ചയ്ക്ക് വന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് പ്രതികൂലമായ എന്തെങ്കിലും ഒരു സംഗതി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പർവ്വതീകരിക്കുന്ന മാധ്യമങ്ങളെയൊന്നും അവിടെയൊന്നും കണ്ടില്ല. നീലിമ ഇന്നലെ ഒരുപക്ഷെ നീലിമ ന്യൂസ് റൂമിലായതുകൊണ്ട് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. ഏതാണ്ട് ഉച്ച കഴിഞ്ഞ സമയം മുതൽ ഞാൻ മനസ്സിലാക്കുന്നത്, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 1 മണി സമയം മുതൽ KK രമയും അതുപോലെ വടകര MLA ശ്രീമതി KK രമയും അതുപോലെ തന്നെ വടകര മാത്രമാണ് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത്. വടകരയിൽ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി വിലയിരുത്തൽ CPM-നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ പ്രകാശ് മാസ്റ്റർ, വടകരയിൽ എന്താണ് ഉണ്ടായത്? വടകരയെ ചൊല്ലി മാത്രമാണ് ഉച്ചയ്ക്ക് ശേഷം വിവാദങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വടകരയിൽ എന്താണ്, അവിടെ നിന്നുള്ള ഫീഡ്ബാക്ക് എന്താണ്? അതാണല്ലോ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ട് വടകര ഉൾപ്പെടുന്ന ഒരു വടകര മാത്രം മുൻനിർത്തിക്കൊണ്ട് വടകരയിൽ KK രമ പറയുന്നതല്ല കേരളത്തിന്റെ ആപ്തവാക്യം. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ശ്രീ പ്രകാശ് മാസ്റ്റർ പറയട്ടെ. എന്നോട് ചോദിച്ചൊരു കാര്യത്തിന് കൂടെ എനിക്കൊന്ന് മറുപടി പറഞ്ഞോട്ടെ. ഒരു കാര്യം, അതായത് ഒരു സെക്കൻഡ് അദ്ദേഹം ഒന്ന് പറയട്ടെ. അദ്ദേഹം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങേലേക്ക് വരാം. പത്തനംതിട്ട ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ. എന്നോടാണെങ്കിൽ ഞാൻ മറുപടി പറയാം, അല്ലെങ്കിൽ ഞാൻ ഇന്റർഫിയർ ചെയ്യില്ല. ഞാൻ ചോദിക്കുന്ന, പൊന്നാനിയേക്കാൾ താഴെ പോളിംഗ് വന്ന ഒരു അസംബ്ലി മണ്ഡലമാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. പത്തനംതിട്ട അസംബ്ലി ഡോക്ടർ തോമസ് ഐസക് ആണല്ലോ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അവിടെ പൊന്നാനിയേക്കാൾ താഴെയാണ് അവിടെ. അതിന് ആന്റണി ഒരു കാര്യം പറയുന്നുണ്ട്, 1.5 ലക്ഷം വോട്ട്, 1.5 ലക്ഷം പേർക്ക്, ഞങ്ങളുടെ കൃത്യമായ വോട്ട് ബാങ്കായ 1.5 ലക്ഷം പേർക്ക് അവിടെ വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അതെന്തൊരു കണക്കാണ്? അതായത് UDF-ന്റെ വോട്ടാണ് അവിടെ കുറഞ്ഞത് എന്നല്ലേ ആന്റണി പരോക്ഷമായി സമ്മതിക്കുന്നത്, പ്രത്യക്ഷത്തിലും പരോക്ഷമായി സമ്മതിക്കുന്നത്. നീലിമ, ഞാൻ പറഞ്ഞത് ഈ പൊന്നാനിയിൽ മാത്രമല്ല വോട്ടിന്റെ പെർസെന്റേജ് കുറഞ്ഞിട്ടുള്ളത്. അത് മറ്റ് പല മണ്ഡലങ്ങളിലും വോട്ടിന്റെ പെർസെന്റേജ് കുറഞ്ഞിട്ടുണ്ട്. അത് ആരാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിന്നത്, അല്ലെങ്കിൽ ആരാണ് വോട്ട് ചെയ്യാത്തത് എന്നുള്ളത് അത് ഏതായാലും ജൂൺ മാസം 4-ാം തീയതി പറ്റുന്നില്ല. ഇന്നലെ ഉച്ചയ്ക്ക് മുതൽ ചെറിയ കോലാഹലങ്ങൾ ഇങ്ങനെ വന്ന് വലിയ വാർത്തകളൊക്കെ രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. വടകരയിൽ അവിടെ നിന്ന് അങ്ങേക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്താണ്?
വടകരയിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ഇപ്പോൾ അഡ്വക്കേറ്റ് സേനാപതി വേണു പറഞ്ഞ ഒരു ലോ പോയിന്റ് എനിക്ക് തീരെ മനസ്സിലായില്ല. മത്സരത്തിന്റെ ഫലം വരുന്നതിന് മുമ്പ് അവർ വിന്നേഴ്സായി എന്നുള്ളത് 2 തവണത്തെ ആവർത്തിച്ചു. എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇവിടെ നമ്മുടെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മത്സരിക്കുന്ന തങ്ങളുടെ സ്ഥാനാർത്ഥി പിൻവലിച്ച് ഇന്ത്യയിൽ ഒരു MPയെ BJP ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ്സാണ്. അത് ന്യൂനപക്ഷങ്ങൾ കാണുന്നില്ലേ? അതുപോലെ തന്നെ ഇവിടെ കേരളത്തിലുള്ള ഒരുപക്ഷെ UDF നേതാക്കന്മാർ ഒരു പ്രാദേശിക പാർട്ടി ഉണ്ടാക്കി NDAയിലേക്ക് പോകുമെന്നുള്ള പറഞ്ഞിരിക്കുന്നത് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിലെ സ്റ്റേറ്റ് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളുകളാണല്ലോ. നിങ്ങൾ സ്ഥാനാർത്ഥി അവിടെ കൊടുക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? സ്ഥാനാർത്ഥി നിങ്ങൾ ചോദിച്ചു വാങ്ങിച്ചല്ലേ? ഇന്ത്യ മുന്നണിയോട് നിങ്ങൾ മത്സരിച്ച് വാങ്ങിച്ചതല്ലേ ആ സൂറത്ത് സീറ്റ്? അവിടെ ആം ആദ്മി പാർട്ടിക്കായിരുന്നു ആ സീറ്റ്. നിങ്ങൾ അവരോട് നിർബന്ധിച്ച് വാങ്ങിച്ചതാണ്. എന്തിനു വേണ്ടി? BJP-കാരൻ ജയിപ്പിക്കാൻ. അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിലെ സ്റ്റേറ്റ് അവിടെ മത്സരം നടക്കുകയാണല്ലോ. 10 MLA-മാർ അവിടെ മത്സരിക്കാതെ, അവിടെ കഴിഞ്ഞ പ്രാവശ്യം 44 സീറ്റ് ജയിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. 10 സീറ്റ് നിങ്ങൾ മത്സരിക്കാൻ നിൽക്കാതെ BJP MLA-മാർ ജയിച്ചില്ലേ? അത് എന്ത് ന്യായീകരണ? ഇവിടെ കേരളത്തിലെ പ്രാദേശിക പാർട്ടി ഉണ്ടാക്കിയിട്ട് NDAയിലേക്ക് പോകുമെന്ന് പറഞ്ഞിരിക്കുന്ന ആരാ? ആസാമിലെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ നിങ്ങളെ വിശ്വസിക്കാനാവില്ല എന്നുള്ള നല്ല ചിന്ത ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. പിന്നെ വടകരയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ആദ്യം മുതലേ ശ്രമിച്ചതെന്താ? ഇവിടെ ചന്ദ്രശേഖരൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്ത വെച്ച് LDF അക്രമകാരികളുടെ പാർട്ടിയാണ് എന്ന് സ്ഥാപിച്ച് രമയുടെ നേതൃത്വത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും എന്നല്ലേ നിങ്ങൾ വിചാരിച്ചത്. പക്ഷേ പ്രചരണത്തിൻ്റെ ഘട്ടമെത്തി നിങ്ങൾക്ക് മനസ്സിലായി ശൈലജ ടീച്ചറെ ഒരു കാരണവശാലും തോൽപ്പിക്കാനാവില്ല. എന്തെല്ലാം വൃത്തികേടുകൾ നിങ്ങൾ ഇവിടെ നടത്തി? ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രൂപത്തിൽ ഈ കേരളത്തിലെ മന്ത്രിയായിട്ടുള്ള ഒരു മഹതിയെ അവരെ അശ്ലീലമായിട്ട് ആക്ഷേപിക്കുന്ന ഒരു നിലയുണ്ടായല്ലോ ഈ കേരളത്തിൽ. എപ്പോഴും മാത്രമല്ല വർഗീയമായി പോലും കാഫിർ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായില്ലേ? വർഗീയമായി ശ്രമിച്ചു. തെരഞ്ഞെടുപ്പ് ആരംഭിച്ചപ്പോൾ നിങ്ങൾ ചെയ്തത് എന്താ? തെരഞ്ഞെടുപ്പ് ആരംഭിച്ചപ്പോൾ ഇപ്പോൾ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വടകര എന്തോ പ്രശ്നം കൊണ്ട് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള നീക്കവിലക്ക് നടത്തിയിരിക്കുന്നത്. എത്ര കേന്ദ്രങ്ങളിലാണ് നിങ്ങൾ പിന്നെ അവിടെ ലീഗിൻ്റെ ആളുകൾ ഈ പറയുന്ന ശ്രമങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് വന്നത്? പക്ഷേ വടകരയെ ഒരു മെച്ചപ്പെട്ട നിലക്കുള്ള വിജയം ശൈലജ ടീച്ചർക്ക് അവിടെ ഉണ്ടാകുമെന്നുള്ളതിൽ പാർലമെന്റ് മണ്ഡലത്തിനുള്ളിലെ ഒരു ബൂത്തിലല്ലേ അവിടെ തന്നെയാണ് ഈ തലയപ്പുറം പോയതിന്റെ അല്ല. പക്ഷേ അതിന് മറുപടി അതിന്റെ തൊട്ടടുത്ത സ്ഥലത്താണ് 879 കിലോ ഒരാഴ്ച മുമ്പ് ആ വടകര. ഞാനെന്താ പറഞ്ഞത്? ഞാൻ പറയട്ടെ, ഈ ബോംബ് സ്ഫോടനം ഉണ്ടായതിന്റെ തൊട്ടപ്പുറത്ത് 5 വീട് അപ്പുറത്താണ് 879 കിലോ വെടിമരുന്ന് BJP നേതാവിന് വീട്ടിൽ നിന്ന് പിടിച്ചത്. ഈ വടകര മണ്ഡലത്തിൽ തന്നെയാണ് 4-2-6 പേര് നേരത്തെ RSSകാർ ബോംബ് കെട്ടുമ്പോൾ പൊട്ടി മരിച്ചത്. നിങ്ങൾക്ക് അറിയില്ലേ? ഇതേ മണ്ഡലത്തല്ലേ 5 നമ്മുടെ ലീഗിൻ്റെ ആളുകൾ ബോംബ് കെട്ടുമ്പോൾ പൊട്ടി മരിച്ചത്? കേരളത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ബോംബ് കെട്ടുമ്പോൾ 5 പേര് കൊല്ലപ്പെടുക. ഏത് പാർട്ടിയാ? ലീഗല്ലേ? വടകര മണ്ഡലമല്ലേ? അത് ഈ നാട്ടിലെ മാധ്യമങ്ങൾ വാർത്തയാക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായില്ല. ലീഗ് ശക്തി കേന്ദ്രത്തിൽ നടന്ന വലിയൊരു ബ്ലാസ്റ്റ്, ഒരു ജീപ്പ് ഒന്നാകെ പൊട്ടിത്തെറിച്ച് കത്തിയമർന്ന ഒരു സാഹചര്യം ഉണ്ടായി. ലീഗ് ശക്തി കേന്ദ്രത്തിലായിരുന്നു. അതുപോലെ തന്നെയാണ് മാധ്യമങ്ങൾ വലിയ നിലപാട് LDF-നെതിരെ എടുക്കുന്നത്. ഈ കുറഞ്ഞ പോളിംഗിൽ ആശങ്കയാർക്ക് എന്ന വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് 1 മണിക്കൂർ ചർച്ച ചെയ്തത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത M പ്രകാശ് മാസ്റ്റർ, അഡ്വക്കേറ്റ് സേനാപതി വേണു, പ്രിന്റു മഹാദേവ്, M ജയചന്ദ്രൻ, എല്ലാവർക്കും വളരെയധികം നന്ദി.